രണ്ടുപേരും സെറ്റ് അല്ലേ? Yes, Shall we start? sure. Okay. Biju sir, we can start. കേട്ടോ. ഈവനിങ്. എൻ്റെ പേര് ബിജു. ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. കേരള ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്, അസിസ്റ്റന്റ് മാനേജറായിട്ട്. കോഴിക്കോടാണ് സ്വദേശം. കോഴിക്കോടിനടുത്ത് ചേളന്നൂരിലാണ് താമസിക്കുന്നത്. ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നത് പ്രശസ്ത എഴുത്തുകാരനും കവിയും കോളേജ് അധ്യാപകനുമായ എൻ്റെ പ്രിയ സുഹൃത്ത് വഴിയാണ്. ഡോക്ടർ കൃഷ്ണകുമാർ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 പുസ്തകങ്ങളുണ്ട്, ഒരുപാട് പുസ്തകങ്ങളുണ്ട്. എന്നെ വളരെയധികം ആകർഷിച്ച 2 പുസ്തകങ്ങളാണ്. ഒന്ന് സെൽഫ് ടോക്കാണ്, രണ്ടാമത്തത് ഇന്ന് നല്ല ഒരു ദിവസമാണ്. ഈ 2 പുസ്തകങ്ങൾ തന്നെ എണ്ണപ്പെട്ട 10 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നെ വളരെ ആകർഷിച്ച 2 പുസ്തകങ്ങളാണ്. അദ്ദേഹമാണ് എന്നെ വിംബിളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സാർ വഴി ഞാൻ ആദ്യമായിട്ട് CBT എന്നൊരു കോഴ്സാണ് ചെയ്തിരുന്നത്. അതിനുശേഷമാണ് ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിൽ എത്തിയിരിക്കുന്നത്. ഞാൻ ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിലെ 23rd ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് എൻ്റെ ഉള്ളിലെ ട്രെയിനറെ പുറത്തെടുക്കാൻ വളരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായ ഒരു പ്ലാറ്റ്ഫോമാണ് ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം. ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിൽ എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട 2 ആളുകളൊന്നാണ് അർച്ചന മാം, ഈസ് മൈ മെന്റർ, വെൽവിഷർ. ഇതൊന്നും പറഞ്ഞാൽ മതിയാവില്ല. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ് മൈ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് ടു അർച്ചന മാം. അതുപോലെ തന്നെ വിംബിളിന്റെ ഫൗണ്ടറും ഡയറക്ടറും അതിന്റെ ഫെസിലിറ്റേറ്ററുമായ ഫൈസൽ സാറാണ്. പിന്നെ 2 പേരുമാണ് ഈ ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ പില്ലേഴ്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എന്നിലെ കഴിവുകളെ തീർച്ചയായിട്ടും അർച്ചന മാം ശരിക്കും രാഗി മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മാഡത്തിനോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഡോക്ടർ കൃഷ്ണകുമാറിനെ കുറിച്ച് 2 വാക്കുകൾ പറയാതെ ഈ റാണി മാമിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഡോക്ടർ കൃഷ്ണകുമാർ ഞാൻ പറഞ്ഞില്ല, എൻ്റെ പ്രിയ സുഹൃത്ത് മാത്രമല്ല, വളരെ നല്ല ഒരു മനുഷ്യനാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് പരിചയപ്പെട്ട നല്ല മനുഷ്യരിൽ ഒരാളായിട്ട് ഞാൻ എണ്ണുന്നു. വളരെ യാദർശികമായിട്ടാണ് ഞാൻ ഈ ഒരു മാമുമായിട്ട് കണക്ട് ആവുന്നത്. റാണി വിനോദ് കുമാർ എന്നെ ആശ്ചര്യപ്പെടുത്തിയിട്ടുള്ള ഒരു വാട്ട് കോയിൻസിഡൻസ് എന്നൊക്കെ പറയുന്നത്, മാം വൺ ഓഫ് ദ ഡിസൈപ്പിൾ ഓഫ് ദ കൃഷ്ണകുമാർ സാറാണ്. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വീണ്ടും അടുപ്പിക്കുകയാണ്. റാണി മാം എന്ന് നമുക്ക് അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം ഹ്യൂമൻ വാച്ചിങ്, സീയിങ് ബിയോണ്ട് ദ സീൻ. ആ പേര് തന്നെ ഒരാളെ നമ്മൾ കാണുന്നതിനും അപ്പുറമാണ് ഒരു മനുഷ്യനെന്ന് പറയുകയാണ്. ഒരാളെ കേൾക്കുന്നതിനും അപ്പുറമാണ് അയാള്. ഞാനൊരു 2ാം വർഷ സൈക്കോളജി വിദ്യാർത്ഥി കൂടിയാണ്. അപ്പം ഈ ഒരു കോഴ്സ് എന്നെ വളരെ വളരെ ഉപകാരപ്രദമായിട്ട് മാറുവാണ്. എനിക്ക് എന്നിലെ കുറെ കൂടി മോൾഡ് ചെയ്യുന്നുണ്ട്. റാണി മാമിനെ കുറിച്ചാണ് പറയേണ്ടത്. റാണി മാം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 2 ദിവസം ഞാൻ മാമിനോട് സംസാരിച്ചുള്ളൂ. മാമിന് ഏറ്റവും പ്രിയപ്പെട്ട വിഷയങ്ങൾ എഴുത്ത്, വായന, ചിത്രരചന. ഇതിലൊക്കെ അപ്പുറത്തേക്ക് മാം ഒരു ബിസിനസ് ഓൺട്രപ്രണർ ആണ്. നല്ല എന്താ പറയാ, നമ്മളൊറ്റ 10 മിനിറ്റ് സംസാരിച്ചിട്ടുള്ളെങ്കിൽ പോലും വാക്കുകളിൽ എന്തോ കൃഷ്ണകുമാർ സാറിന്റെ സ്വാധീനമാണോ എന്താ എനിക്കറിയില്ല. കൃഷ്ണകുമാർ സാർ എന്നെ അത്ര സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണ്. ദിവസം ഞാൻ വായിക്കുന്ന ഒരാളാണ്. ആ സ്വാധീനം പൂർണ്ണമായിട്ടും മാമിലും ഉണ്ട്. അപ്പൊ അത് മാമിന്റെ ഈ വിഷയവും സാറിന്റെ ഒരു വിഷയം റെഗുലർ സബ്ജക്റ്റുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. ഹ്യൂമൻ വാച്ചിങ്, സീയിങ് ബിയോണ്ട് ദ സീൻ. മാമിനെ ഈ വിഷയം അവതരിപ്പിക്കാൻ വിളിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇതൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. മാമിന് ഈ ഒരു കോൺഫിഡൻസ്, ഓൾറെഡി ടോൾഡ് യു ദ കോൺഫിഡൻസ്, ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി, മനോഹരമായ ഒരു വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി. മാം ഷീസ് ബേസിക്കലി ഫ്രം എറണാകുളം ആൻഡ് ഷീസ് റിസൈഡിങ് അറ്റ് ബാംഗ്ലൂർ സ്വദേശിയാണ് എന്ന് പറയാം. അപ്പം ഹസ്ബൻഡ് ബിസിനസ് ഒക്കെ സഹായിക്കുന്നു. 22ാം ബാച്ചിലെ ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിലെ ഒരു പാർട്ടിസിപ്പന്റ് കൂടിയാണ്. മാമിന്റെ അതിമനോഹരമായ സെഷന് വേണ്ടി നമ്മളെല്ലാം കാതോർക്കുകയാണ്. മാമിനെ വളരെ സ്നേഹാദരപൂർവ്വം
ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുകൂടാതെ ഈ യോഗത്തിന് പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള 22nd ബാച്ചിലെ ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിലെ പാർട്ടിസിപ്പൻസിനെയും ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 23rd ബാച്ചിലെ ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിലെ എൻ്റെ സുഹൃത്തുക്കളെയും ബാക്കി എല്ലാവരെയും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ടു ദ ഈ വിഷയത്തിലേക്ക് വളരെ വാമായിട്ട് ഞാൻ വെൽക്കം ചെയ്യുന്നു. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. വെൽക്കം റാണി വിനോദ് കുമാർ മാം. താങ്ക് യു സോ മച്ച്. Thank you very much. Good evening, everyone. നല്ലൊരു ഇൻട്രോ തന്ന ബിജു ശ്രീധർ സാറിനും എന്നെ ഇതുപോലെ സംസാരിക്കാൻ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിരുത്തിയ അർച്ചന മാമിനും ഫൈസൽ സാറിനും അതിന്റെ എന്താ പറയാ ഒരു വിംബിൾ അക്കാഡമി, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരു നന്ദി അങ്ങ് പറയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഷയം ഹ്യൂമൻ വാച്ചിങ് സീയിങ് ബിയോണ്ട് ദ സീൻ എന്നാണ്. ഇത് വളരെയധികം അവയർനെസ് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. നമ്മളെന്നും കാണുന്ന പലരെയും നമ്മൾ കാണുന്നതിനപ്പുറം പലതുമുണ്ടെന്ന് യാദർച്ഛികമായിട്ടൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്ന സമയങ്ങളുണ്ട്. പിന്നെ ഇതില് ഒരു സംസാരം മാത്രമാണുള്ളത് കേട്ടോ. കൂടുതൽ ചോദ്യോത്തരമോ ഇന്ററാക്ഷൻസോ ഒന്നുമില്ല. കഴിയുമെങ്കിൽ നിങ്ങളൊക്കെ വീഡിയോ ഓഫ് ചെയ്തിട്ട് കണ്ണടച്ചിരുന്ന് കേട്ടാൽ അത്രയും മധുരമായിട്ട് ഇത് ആസ്വദിക്കാൻ പറ്റണം. നിങ്ങൾ കേൾക്കുന്ന ഓരോ സംസാരവും നിങ്ങളുടെ മനസ്സിന്റെ സ്ക്രീനിൽ ചിത്രങ്ങളായിട്ട് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഞാൻ പറയുന്ന ഓരോ കഥയും അതിൻ്റെ നിറം, ശബ്ദം, മണം, സ്പർശം അത്തരം ഇന്ദ്രാനുഭൂതികളോടെ ആസ്വദിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു ചെറുപ്പക്കാരൻ, അയാൾ ഒരു എഴുത്തുകാരനാണ്. എല്ലാ ദിവസവും രാവിലെ ഒരു പാർക്കിലിരുന്ന് ഇങ്ങനെ ആളുകളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. കയ്യിലൊരു നോട്ട് ബുക്കും ഉണ്ടാവും. പ്രഭാതത്തിലെ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു വൃദ്ധൻ, ഒരു അമ്മ തന്റെ കുട്ടിയെ ശകാരിക്കുകയാണ്. ഒരു ജോഗർ, അയാൾ ജോഗ് ചെയ്ത് ശ്വാസം എടുക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഓരോ മനുഷ്യവും ഓരോ നിമിഷവും ആ ചെറുപ്പക്കാരനെ ആകർഷിക്കുന്നുണ്ട്. പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വൃദ്ധൻ ഒരു ദിവസം ഈ എഴുത്തുകാരനായിട്ടുള്ള യുവാവിന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആളുകളെ ഇത്ര സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നത്, സൂക്ഷ്മമായിട്ട് നോക്കുന്നത്? ആ എഴുത്തുകാരൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നുണ്ട്, ഇവിടെ ഞാൻ കാണുന്ന ഓരോ മുഖവും ജീവിതം കൊണ്ട് എഴുതിയ ഓരോ കഥയാണ്. ഇന്നത്തെ ഈ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്നവരുടെ ഓരോ മുഖവും നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ എഴുതിയ കഥയാണ്. ആ കഥയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ധാർമ്മികത ഇത്രയേ ഉള്ളൂ. ഒരാളെ ഇങ്ങനെ നിരീക്ഷിക്കുന്നത് അയാളെ ജഡ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ വിധിക്കാൻ വേണ്ടിയല്ല. അയാളുടെ ഓരോ ഭാവത്തിന് പിന്നിലും പറയാത്ത കുറെ കഥകളുണ്ട്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പൊ തന്നെ ഇവിടെയുള്ള ജേക്കബ് സാറിനെ ഒന്ന് നോക്കിയേ. സാറ് പറയാത്ത കുറെ കഥകളുണ്ട്. അതുപോലെയാണെങ്കിൽ റോബ് സാർ ആയാലും സൂസൻ മാം ആയാലും അർച്ചന മാം ആയാലും ഇവരൊക്കെ ഇതിലൊന്നും പറയാത്ത കുറെ കഥകളുണ്ട്, കുറെ ജീവിത കഥകളുണ്ട് അവരുടെ എല്ലാം ഉള്ളിൽ. ശരിക്കും ഹ്യൂമൻ വാച്ചിങ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഹ്യൂമൻ വാച്ചിങ് അല്ലെങ്കിൽ മനുഷ്യ നിരീക്ഷണം എന്നൊക്കെ സംസ്കൃതീകരിക്കാവുന്നത് വെറുതെ ഇങ്ങനെ ആളുകളെ നോക്കുന്നതിനെ കുറിച്ചല്ല. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അത് വായ്നോട്ടമല്ല, അത് വിലയിരുത്തലും വിധിക്കലും ഇല്ലാത്ത ഓരോ മനുഷ്യരെയും മനസ്സ് തുറന്ന് കാണുകയും അതിലുമപ്പുറം കാണുന്ന ഓരോ മനുഷ്യരെയും ആഴത്തിൽ അറിയുന്നതിനെയും കുറിച്ചുമാണ്. ശരിക്കും ഹ്യൂമൻ വാച്ചിങ് ഒരു കലയാണ്, ഒരു മനസ്സമാധാന പരിശീലനം കൂടിയാണ് ഹ്യൂമൻ വാച്ചിങ്. വലിയ അളവിൽ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം കൂടിയാണ്. മറ്റൊരു മനുഷ്യനെ അത്രയും ദയയോടെ അനുകമ്പയോടെ നിരീക്ഷിക്കാൻ നമ്മുടെ കണ്ണുകളെ നമ്മൾ പരിശീലിപ്പിക്കുമ്പോൾ നമ്മുടെ ലോകം കൂടുതൽ തെളിഞ്ഞ ധാരണ കൊണ്ടും സമാധാനം കൊണ്ടും സമ്പന്നമാകുമെന്നതാണ്. ഇത് വർഷങ്ങളെടുത്ത് പരിശീലിക്കേണ്ട ഒന്നാണ് കേട്ടോ ഈ ഹ്യൂമൻ വാച്ചിങ്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അങ്ങനെ സാധിക്കാവുന്ന ഒരു സ്കില്ലൊന്നുമല്ല. ഈ ശ്രദ്ധകൾ വല്ലാതെ വ്യതിചരിക്കുന്ന ഈ കാലത്ത് ഒരു മനുഷ്യനെ നിരീക്ഷണം
ചെയ്യുക എന്നത് നമ്മളെ കുറച്ചുകൂടിയല്ല, ഒരു വലിയ അളവിൽ തന്നെ സ്വസ്ഥമായി നിർത്താനും ചുറ്റുപാടുകളെ എല്ലാം സൗമ്യമായിട്ട് ശ്രദ്ധിക്കാനും ചുറ്റുമുള്ള മനുഷ്യരുമായിട്ട് വളരെ ആരോഗ്യകരമായിട്ട് ബന്ധിപ്പിക്കാനും ജീവിതത്തിന്റെ സംവേദന ക്ഷമതയുടെ സാക്ഷികളാകാനും ഒക്കെ ഹ്യൂമൻ വാച്ചിങ് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ ഒത്തുചേരൽ നിങ്ങൾക്ക് ഒരു ഇൻവിറ്റേഷൻ ആണ്. ഈ സംസാരം ഹ്യൂമൻ വാച്ചിങ്ങിലേക്കുള്ള ഒരു ക്ഷണമാണ്. അത് എല്ലാവരും സദയം സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ആത്യന്തികമായിട്ട് മറ്റുള്ളവരെ ആഴത്തിൽ ഇങ്ങനെ നിരീക്ഷിക്കുന്നതിലൂടെ നമ്മൾ നമ്മളെ തന്നെ കൂടുതൽ വ്യക്തമായി കാണാൻ തുടങ്ങും എന്നതാണ് അതിൻ്റെ ഒരു മാജിക്. മറ്റൊരാളുടെ കണ്ണീരിന്റെ നനവും ചൂടും വേദനയും മുറിവുമെല്ലാം നമ്മൾ സ്വയം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കണ്ണുനീരും വേദനയും മുറിവുമെല്ലാം തനിയെ സുഖപ്പെടുത്താൻ തുടങ്ങുകയാണ് എന്നൊരു ജാലം അതിനകത്തുണ്ട്. മറ്റൊരാളുടെ കണ്ണീരിന്റെ നനവും ചൂടും നിങ്ങൾ അതേപടി മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം കണ്ണീരും വേദനയും മുറിവും എല്ലാം സുഖപ്പെടുത്തുകയാണ് എന്നൊരു തന്ത്രം അതിനുള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കുക. ഹ്യൂമൻ വാച്ചിങ് എത്രയും പറഞ്ഞാലും തീരാത്ത ഒരു വിഷയമാണ്. അതിനെ മനഃശാസ്ത്രപരമായിട്ട് ഒരു നിർവചനം കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യ നിരീക്ഷണം എന്നത് ആളുകളുടെ വിചാരങ്ങൾ, വികാരങ്ങൾ, അവരുടെ പ്രചോദനങ്ങൾ, ആന്തരികമായിട്ടുള്ള അവസ്ഥകൾ എന്നിവയെ മനസ്സിലാക്കുന്നതിനായി അവരുടെ പെരുമാറ്റങ്ങൾ, ഭാവങ്ങൾ, ഇടപെടലുകൾ എന്നിവ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഹ്യൂമൻ വാച്ചിങ്. അതിലൊട്ടും വിധിന്യായമോ ഇടപെടലുകളോ ഒന്നുമില്ലാട്ടോ. ഇത് നിരീക്ഷണത്തെ സഹാനുഭൂതിയിലേക്കും ശരിയായിട്ടുള്ള ഒരു അവയർനെസ്സിലേക്കും എത്തിക്കുകയും ആണ് ചെയ്യുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ആ വാക്ക് അവയർനെസ്. ശരിക്കും ഹ്യൂമൻ വാച്ചിങ് നമ്മളെ എത്തിക്കുന്നത് എമ്പതിയിലേക്കും അവയർനെസ്സിലേക്കുമാണ്. ഒരു പെൺകുട്ടി അവൾ എല്ലാ വൈകുന്നേരവും ഒരു കഫ്റ്റീരിയയിൽ പോകും. അവൾ എപ്പോഴും ഒരു കാപ്പി ഇങ്ങനെ ഓർഡർ ചെയ്ത് അവിടുത്തെ ജനാലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കും. ഇതിങ്ങനെ തുടരുകയാണ് ദിവസങ്ങളോളം. അപ്പൊ അടുത്തിരിക്കുന്ന ഒരാൾ അവൾ എന്തുകൊണ്ടാണ് ആ കുട്ടിയുടെ ഫോണിലേക്കോ ചുറ്റുമിരിക്കുന്ന ആളുകളിലേക്കോ ഒന്നും നോക്കുന്നില്ല, എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട്. ഒരു ദിവസം അവളോട് ചോദിക്കുന്നു, നീ എന്താണ് ഇങ്ങനെ ജനലിലൂടെ നോക്കുന്നത്? ആ കുട്ടി വളരെ മൃദുലമായി മറുപടി പറയുന്നുണ്ട്, ചുറ്റുമുള്ള ആളുകളെയാണ് ഞാൻ ജനാലിലൂടെ നോക്കുന്നത്. അതിലുമപ്പുറം ആ തെരുവിലൂടെ പോകുന്ന ആളുകളെയാണ് ഞാൻ സൂക്ഷ്മമായി നോക്കുന്നത്. ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ജീവിതം ഇങ്ങനെ കുടുങ്ങി പോകുമ്പോഴും മനുഷ്യ ജീവിതം എന്നത് ഒരു കുറവുമില്ലാതെ എത്ര മനോഹരമായിട്ടാണ് തെരുവുകളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജീവിതം എന്നത് അങ്ങനെ നിശ്ചലമാകാതെ നീങ്ങേണ്ടതാണെന്നും ജനലിലൂടെ കാണുന്ന ഓരോ മനുഷ്യനും എന്നെ ഓർമ്മിപ്പിക്കുന്നു. ആ പെൺകുട്ടി പറഞ്ഞു നിർത്തി. കോഫി ഷോപ്പിൽ അല്ലെങ്കിൽ കഫറ്റീരിയയിൽ വന്നിരിക്കുന്ന ആ പെൺകുട്ടി നമുക്ക് തരുന്ന വലിയൊരു ഗുണപാഠമുണ്ട്. നമ്മൾ മറ്റുള്ളവരെ നിരീക്ഷിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഹീലിംഗ് അല്ലെങ്കിൽ ഒരു രോഗശാന്തി സംഭവിക്കുന്നുണ്ട്. ശ്രദ്ധ നമ്മുടെ സങ്കടങ്ങളിൽ നിന്ന് അതിന്റെ ഫോക്കസ് മാറ്റുന്നു. അങ്ങനെ മാറ്റുമ്പോൾ തന്നെ വലിയ ആശ്വാസവും പ്രകാശവും നമ്മൾ കൂടുതലായി പരക്കുന്നുണ്ട് എന്നുള്ള തന്ത്രം ഹ്യൂമൻ വാച്ചിങ്ങിലുണ്ട്. നമ്മുടെ ദുഃഖങ്ങളെ നള്ളിഫൈ ചെയ്യുകയാണ്, സീറോ ആക്കി കളയുകയാണ്. ഫോക്കസ് പൂർണ്ണമായും നമ്മളിൽ നിന്ന് മാറ്റുകയാണ് ഹ്യൂമൻ വാച്ചിങ്ങിൽ. അപ്പോ മനുഷ്യ നിരീക്ഷണം എന്നത് ബാഹ്യമായിട്ടുള്ള രൂപങ്ങൾക്കൊക്കെ അപ്പുറം ഒരാളെ കാണാനുള്ള കലയാണ്. ഓരോ മുഖത്തും ആംഗ്യത്തിലും ചലനത്തിലും ഒക്കെ ഓരോ മനുഷ്യൻ വഹിക്കുന്ന നിശബ്ദമായിട്ടുള്ള കഥകളെ തിരിച്ചറിയുക എന്നതാണ് ഈ ആളുകളെ ഇങ്ങനെ നോക്കുന്നതിനെ കുറിച്ചല്ലാട്ടോ ഇത് ശരിക്കും, മറിച്ച് ആളുകളിലേക്ക് അവരുടെ ഉള്ളിലേക്ക് നോക്കുന്നതിനെ കുറിച്ചാണ് ഹ്യൂമൻ വാച്ചിങ്. ഓരോ ജീവിതത്തിലും പ്രതിഫലിക്കുന്ന അവർ പങ്കിടുന്ന മനുഷ്യത്വത്തിന് സാക്ഷ്യം വഹിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഹ്യൂമൻ വാച്ചിങ്. നമ്മളെ കൂടുതൽ മനുഷ്യനാക്കുന്നുണ്ട് ഹ്യൂമൻ വാച്ചിങ്. അപ്പൊ നമ്മൾ ഒരാളിൽ കാണുന്നത് അയാളുടെ മനുഷ്യത്വം. അയാൾ ഇങ്ങനെ മനുഷ്യനെ ഇങ്ങനെ കാണാൻ സാധിക്കണം. ചിലർക്ക് അത് മനുഷ്യനാകില്ല, അതൊരു ഈശ്വരീയതയാവാം, ആയിക്കോട്ടെ. ചിലർക്ക് അതൊരു പ്രപഞ്ച ശക്തിയാവാം, യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്ന. ചിലർക്ക് അതൊരു ജൈവികതയാകാം, എന്തുമായിക്കോട്ടെ.
ഇതെല്ലാം കാണുന്നതിനെയാണ് നമ്മൾ ഹ്യൂമൻ വാച്ചിങ് എന്ന് പറയുന്നത്. വലിയ അളവ് നമ്മളെ മനുഷ്യനാക്കുകയാണ് ഹ്യൂമൻ വാച്ചിങ്. ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു കുട്ടി അവനിങ്ങനെ തൂണിൽ ചാരി നിന്നിട്ട് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ ആളുകളെ ആ കുട്ടി കാണുന്നുണ്ട്. നമ്മൾ ഒരു വേള ആ കുട്ടി തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷീണിതനായ ഒരു ഓഫീസ് ജീവനക്കാരൻ, വൈകുന്നേരമാണ്. കുറെ ചിരിക്കുന്ന കുറെ സുഹൃത്തുക്കൾ, പച്ചക്കറി ചുമന്നുകൊണ്ട് വിൽക്കുന്ന ഒരു വിൽപ്പനക്കാരി വൃദ്ധ. ഇങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് ഒരു 5 മണി നേരത്ത് മാർക്കറ്റ് സൈഡിലൊക്കെ കാണുന്ന കുറെ മനുഷ്യരെ ഇതിലേക്ക് ഉപയോഗിക്കാം. ഒരു സ്ത്രീ ആ പയ്യനോട് വന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടാ ഇങ്ങനെ ആളുകളെ തുറിച്ചു നോക്കുന്നത്? അപ്പോ ആ കുട്ടി സന്തോഷപൂർവ്വം പറയുന്നുണ്ട്, ഞാൻ ഒരു മുതിർന്ന ആളാവാൻ പഠിക്കുകയാണ്. എന്റെ മുന്നിൽ വരുന്ന നിങ്ങളെല്ലാം എനിക്കൊരു ടെക്സ്റ്റ് ബുക്കാണ്. വലിയ ആളാകാൻ വേണ്ടി ആ കുട്ടിക്ക് കിട്ടുന്ന ഓരോ പാഠങ്ങളാണ് ആ കുട്ടിയുടെ മുന്നിൽ വരുന്നവരല്ല. ശരിയാണ്, ആ കുട്ടി മാത്രമല്ല, നമ്മുടെ എല്ലാം മുന്നിൽ കാണുന്ന ഓരോ മനുഷ്യനും ജീവിതം, ക്ഷമ അല്ലെങ്കിൽ വേദന എന്നിവയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന പാഠപുസ്തകങ്ങളാണ്. ശരിക്കും ഓരോ മനുഷ്യൻ ഒരു കണ്ണാടിയാണ്. അത് നമ്മളെ തന്നെ നന്നായി ഒരുക്കുന്നുണ്ട്, മെച്ചപ്പെടുത്തുന്നുണ്ട്. ആത്മീയ ചിന്തകൾ, മനുഷ്യ നിരീക്ഷണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ അവയർനെസ്സോട് കൂടി നിരീക്ഷിക്കുമ്പോൾ നമ്മൾ അവരെ നന്നായി മനസ്സിലാക്കുക മാത്രമല്ല, നമ്മൾ നമ്മളെ തന്നെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നതാണ് ഹ്യൂമൻ വാച്ചിങ്ങിന്റെ ഒരു മാജിക്. ഒരു തിരക്കേറിയ മാർക്കറ്റ്, ഭയങ്കര വലിയ മാർക്കറ്റ് ആട്ടോ, ഈ കൊച്ചിയിലേക്ക് മാർക്കറ്റ് പോലെ അത്രയധികം ഭയങ്കര റഷ് ഉള്ള ഒരു മാർക്കറ്റ്. അവിടെ നടുക്ക് ഒരു ചിത്രക്കാരൻ തന്റെ ചിത്രപ്പണിക്കുള്ള പലകകളൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് വരയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കൗതുകം തോന്നിയ ഒരു വഴിയാത്രക്കാരൻ ചെന്ന് അയാളോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും മനുഷ്യർക്കിടയിൽ നിങ്ങൾ ആരെ വരയ്ക്കും എന്ന് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക, എങ്ങനെയാണ് അത് തീരുമാനിക്കുക? അപ്പൊ ആ ചിത്രകാരൻ പറയുന്നുണ്ട്, അതിന് സുഹൃത്തെ, ഞാൻ മുഖങ്ങളെ അല്ല വരയ്ക്കുന്നത്, അതല്ല തിരഞ്ഞെടുക്കുന്നത്, ഞാൻ മനുഷ്യവികാരങ്ങളെയാണ് വരയ്ക്കുന്നത്. പിന്നീട് ആ ഛായാചിത്രവും ആളുകൾ ആ ചിത്രകാരൻ വരച്ച ഓരോ ചിത്രവും അവർ മറയ്ക്കാൻ ശ്രമിച്ച നേരിൽ അദൃശ്യമായ വികാരങ്ങളായിരുന്നു ആ ചിത്രത്തിൽ പ്രതിഫലിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് തന്നെയാണ് ഇതിൽ പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്, മനുഷ്യനെ നിരീക്ഷിക്കുക അല്ലെങ്കിൽ ഹ്യൂമൻ വാച്ചിങ് എന്നാൽ മുഖങ്ങൾ മാത്രമല്ല, അതിനുമപ്പുറം അവരെ വികാരങ്ങളെ കൂടി മറയ്ക്കുന്ന വികാരങ്ങളെ കൂടി കാണാനുള്ള, സെൻസ് ചെയ്യാനുള്ള കഴിവാണ് ഹ്യൂമൻ വാച്ചിങ്. ഇതൊരു ഇമോഷണൽ ഇന്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ ഇങ്ങനെയാണ് പറയുന്നത്: മറ്റുള്ളവരുടെ സ്വരവും കണ്ണുകളും, എന്തിനാ നിശബ്ദത പോലും, ചിലവേള അസാന്നിധ്യം പോലും ശ്രദ്ധിക്കുന്നതിലൂടെ അവരുടെ വൈകാരിക ഊർജത്തെ പ്രതികരണത്തിന് പകരം സംവേദനക്ഷമതയോടെ ബോധപൂർവമായ ഒരു അവലോകന പരിശീലനമാണ് ഹ്യൂമൻ വാച്ചിങ്ങിലൂടെ സാധിക്കുന്നത്. ഭയങ്കര ഇമോഷണൽ ഇന്റലിജൻസ് റിലേറ്റഡ് ആയുള്ള ഒരു ഡെഫിനിഷൻ ആണ് കേട്ടോ ഇത്. മറ്റുള്ളവരുടെ സ്വരവും അവരുടെ കണ്ണുകളും, എന്തിന് നിശബ്ദത പോലും, അത് മാത്രമല്ല അവരുടെ സാന്നിധ്യം പോലും. നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മുൻ സീറ്റിൽ ഒരാൾ മാത്രം, ആ സീറ്റ് കാലിയായിരിക്കുമ്പോൾ അവിടെ ഇരിക്കേണ്ട ആളെ നമ്മൾ കാണുന്നില്ല. അവിടെ ഒരാളെ, ആ കാണാത്ത ഒരാളെ പോലും കാണുമ്പോഴാണ് വൈകാരിക ഊർജത്തെ നമ്മുടെ റെസ്പോൺസിന് പകരം നമ്മുടെ സെൻസിറ്റിവിറ്റി, സംവേദനക്ഷമയോടെ ബോധപൂർവമായിട്ടുള്ള ഒരു അനാലിസിസ് പരിശീലനത്തിന് ഹ്യൂമൻ വാച്ചിങ്ങിലൂടെ നമുക്ക് നേടാൻ സാധിക്കുന്നത്. ഇത് കേവലം ഒരു നിരീക്ഷണം എന്നതിനപ്പുറം ഒരു മനുഷ്യജന്മവുമായി കണക്ടിവിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഹ്യൂമൻ വാച്ചിങ് വഴി സാധിക്കുന്നത്. ഒരുപക്ഷെ നമ്മളൊക്കെ ദൈവത്തിന് മാത്രം സാധിക്കുന്ന കാര്യമെന്ന് പറയുന്ന കാര്യത്തെയാണ് ഹ്യൂമൻ വാച്ചിങ്ങിലൂടെ സാധിക്കുന്നത്. ഇതൊരു ഇമോഷണൽ കണക്ടിവിറ്റി വരുമ്പോൾ നമ്മൾ ഒന്നിലധികം ജന്മങ്ങളോട് കണക്ട് ചെയ്യുന്നു എന്നുള്ളൊരു അത്ഭുതം ഹ്യൂമൻ വാച്ചിങ്ങിലുണ്ട്. ഒരു നീണ്ട ട്രെയിൻ യാത്ര, അതിൽ ഒരാൾ മാത്രം നിശബ്ദമായി മറ്റു മനുഷ്യരെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ആ കമ്പാർട്ട്മെന്റിൽ ദമ്പതികൾ
ഉണ്ട്, വേറെ ആൾക്കാരുണ്ട്. ദമ്പതികൾ പരസ്പരം പ്രണയിക്കുന്നുണ്ട്, അവർ കുശുകുശു പറയുന്നുണ്ട്. ഒരു കൂട്ടം മനുഷ്യര് ഒരു പൊതിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, പുസ്തകം വായിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഇപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന മൊബൈലിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പയ്യൻ. അങ്ങനെ കുറെ മനുഷ്യരുണ്ട്, കുറെ ആളുകളുണ്ട് അതിനകത്ത്. യാത്ര അവസാനിച്ചപ്പോൾ ട്രെയിൻ സഞ്ചാരികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ അയാളുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട്, മറ്റു യാത്രക്കാരെ ഇങ്ങനെ നോക്കുന്നതിൽ നിന്ന് നിങ്ങൾ എന്താണ് നേടിയത്? അദ്ദേഹം മറുപടി പറയുന്നത് ഇങ്ങനെയാണ്, ഈ ഒറ്റ യാത്രയിൽ, അതും എന്റെ സീറ്റിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കാതെ 100 വേറെ ജീവിതങ്ങളിലൂടെ സഞ്ചരിക്കാൻ സാധിച്ചു എന്നാണ്. ഈ ഒരൊറ്റ ട്രെയിൻ യാത്രയിൽ നിന്ന് എനിക്ക് വേറെ 100 യാത്രകൾ, മനുഷ്യരുടെ ജീവിത യാത്രയിലൂടെ സഞ്ചരിക്കാൻ സാധിച്ചു എന്നതാണ് പറയുന്നത്. ഈ ട്രെയിൻ യാത്രാ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഇത്രയുമാണ്. യാത്രയിലും അല്ലെങ്കിലും നാം ആളുകളെ ഇങ്ങനെ അവബോധത്തോടെ നിരീക്ഷിക്കുമ്പോൾ ഓരോ നിമിഷവും മനുഷ്യ ജീവിതങ്ങളുടെ വൈവിധ്യത്തിലേക്കുള്ള യാത്രയായി ഹ്യൂമൻ വാച്ചിങ് മാറുന്നുണ്ടെന്നാണ്. വളരെ ബോറാക്കുന്ന ചില യാത്രകളെ സമ്പന്നമാക്കാനുള്ള ഒരു വഴിയും കൂടിയാണ് ഹ്യൂമൻ വാച്ചിങ്. ഇതിനൊരു പ്രാക്ടിക്കൽ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, എന്താണ് ഹ്യൂമൻ വാച്ചിങ് എന്ന് ഇത്ര നേരം പറഞ്ഞിട്ടും മനസ്സിലായില്ല എങ്കിൽ, എവിടെയായാലും നമ്മുടെ ചുറ്റും കാണുന്ന, അവർ എവിടെയായാലും എങ്ങനെയായാലും, അതിലിപ്പോ നമ്മൾ കാണുന്ന വീട്ടിലുള്ള ആളാം, അല്ലെങ്കിൽ ഈ സൂം മീറ്റിങ്ങിലുള്ള എല്ലാവരും ആകാം, നമ്മുടെ ബസ്സിലാകാം, വീട്ടിലാകാം, എവിടെയാണോ ഉള്ളത്, അവരെ നിശബ്ദമായി, അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ശബ്ദത്തെ, അല്ലെങ്കിൽ അവരുടെ ഭാവവ്യത്യാസങ്ങളെ എല്ലാം നമ്മൾ നിശബ്ദമായി ശ്രദ്ധിക്കുകയും അവരെങ്ങനെ ജീവിക്കുന്നു, അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അവരെങ്ങനെ പോരാടുന്നു, അവരെങ്ങനെയാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത്, ഇങ്ങനെയൊക്കെ അവർ പ്രത്യാശ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിശബ്ദമായി നിരീക്ഷിക്കുന്നതിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ വാച്ചിങ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് പിന്നിലും ഓരോ വികാരമുണ്ട്. നമ്മൾ കാണുന്നതല്ലാതെ വളരെ വ്യത്യസ്തമായ പല രൂപങ്ങളും നമുക്ക് അവരുടെ ഉള്ളിൽ നിന്ന് കാണാൻ കഴിയും. ഇതിന് ഒരു എഫക്റ്റീവ് സൈഡ് ഉണ്ട്. ഒരു മനോഭാവ രൂപീകരണവും ഈ ഹ്യൂമൻ വാച്ചിങ്ങിൽ വേണം എന്നുള്ളതാണ്. അപ്പോൾ ഹ്യൂമൻ വാച്ചിങ് എന്നാൽ നമ്മൾ പറയുന്ന വായ്നോട്ടമോ എത്തിനോട്ടമോ ഒന്നുമല്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ വന്ന സംശയം, ഈ ഹ്യൂമൻ വാച്ചിങ് അവരുടെ സ്വകാര്യതയെ ബാധിക്കില്ലേ എന്നതായിരുന്നു. അങ്ങനെയുള്ള എത്തിനോട്ടമോ വായ്നോട്ടമോ അല്ല ഹ്യൂമൻ വാച്ചിങ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഒരാളുടെ അസാന്നിധ്യത്തിൽ പോലും നമുക്ക് ഹ്യൂമൻ വാച്ചിങ് സാധ്യമാകണം എന്നതാണ്. ഒരു മനുഷ്യന്റെ പെരുമാറ്റം, ഭാവങ്ങൾ, വികാരങ്ങൾ, ഇടപെടലുകൾ എന്നിവയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന പ്രവൃത്തിയാണ് മനുഷ്യ നിരീക്ഷണം എന്ന് പറയാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ നമുക്കിങ്ങനെ ജഡ്ജ്മെന്റ് ഒന്നുമില്ല, ഒരു വിധിയും വരുന്നില്ല. നമ്മൾ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒബ്സർവ്, അത്രയേ ഉള്ളൂ. പക്ഷെ ജസ്റ്റ് ഒബ്സർവോ അല്ല, കുറെ കൂടി നമ്മൾ കാണാത്തരങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. ഒന്നുമില്ലാതെ വെറുതെ അറിയലാണ് ശരിക്കും ഹ്യൂമൻ വാച്ചിങ് എന്ന് ചുരുക്കി പറയാം. അതിലെ ഓരോ ആംഗ്യവും, ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ, ചെറുതെ നിൽക്കുമ്പോൾ വിരലുകളൊക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഒട്ട ഇങ്ങനെ ഒടിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ മീശ തട്ടിക്കൊണ്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ അവര് ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ അവരുടെ അസ്വസ്ഥതകളെയാണ് പ്രകടമാക്കുന്നത്. ശരിക്കും ഒരാൾ നിശബ്ദമാകുന്നതും ശബ്ദമാകുന്നതും എല്ലാം ഇങ്ങനെ നമ്മൾ ആഴത്തിൽ കഥ പറയാൻ തുടങ്ങുമ്പോൾ ഇതിനൊക്കെ അപ്പുറം അവരുടെ ചിന്താരീതികൾ എന്താണെന്ന് തെളിഞ്ഞു വരും. ഇമോഷൻസിന്റെ ലെയേഴ്സ് ഉണ്ട്. നമ്മൾ സിനിമയിലൊക്കെ ക്യാരക്ടേഴ്സിന്റെ ലെയേഴ്സ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ അങ്ങനെ ലെയേഴ്സും നമുക്ക് തെളിഞ്ഞു വരും എന്നുള്ളതാണ്. മനുഷ്യത്വത്തെ കുറിച്ചുള്ള ഒരു സാർവത്രികമായിട്ടുള്ള, ഒരു കോമൺ ആയിട്ടുള്ള ചില സത്യങ്ങളും ഇങ്ങനെ നമ്മൾ കണ്ടെത്തും ഹ്യൂമൻ വാച്ചിങ്ങിലൂടെ. ഇപ്പോ നമ്മളെ പോലെ, ഈ അക്കാഡമിയിലുള്ളവരെ പോലെ മികച്ച ആശയവിനിമയക്കാര്, കൗൺസിലർമാര്, അധ്യാപകര്, കൂട്ടാളികള്, അവർക്കൊക്കെ വളരാൻ മനുഷ്യ നിരീക്ഷണം വളരെ സഹായിക്കും എന്നുള്ളതാണ്.
ആദ്യം ഈ ജഡ്ജ്മെന്റ് നിർത്തണം കേട്ടോ. പോസിറ്റീവ്, നെഗറ്റീവ് അല്ലെങ്കിൽ ഈവൺ ലേബലിംഗ് പോലും പാടില്ല എന്നാണ് ഹ്യൂമൻ വാച്ചിങ്ങിൽ പറയുന്നത്. ഒരു കാർ എന്ന് പറഞ്ഞാൽ അതിനെ ബെൻസ് എന്നോ ഫോർഡ് എന്നോ ഒന്നും പറയാൻ പാടില്ല. കാർ അത്രയേ പാടുള്ളൂ. ഈ രീതിയിൽ കാണാൻ പറ്റണം എന്നുള്ളതാണ് അപ്പൊ മനുഷ്യ നിരീക്ഷണം. മനുഷ്യ നിരീക്ഷണം ഇങ്ങനെ സഹാനുഭൂതിയിലേക്കുള്ള ഒരു പാതയാണ്, ഒരു പാലമാണ്. നമ്മൾ കാണുന്നതിനും നമ്മൾ മനസ്സിലാക്കുന്നതിനും ഇടയിലുള്ള ഒരു പാലം. നമ്മൾ കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും ഇടയിൽ ഓരോ മുഖത്തും മറഞ്ഞിരിക്കുന്നത് ഓരോ കഥകളാണ്, കവിതയാണ് എന്നൊക്കെ പറയാം. ഓരോ കണ്ണും ഒരു പ്രപഞ്ചം വഹിക്കുന്നുണ്ട്. നമ്മള് പണ്ട് കാമുകൻ കാമുകിയോടൊക്കെ പറയത്തില്ലേ, നിന്റെ കണ്ണിൽ ഒരു പ്രപഞ്ചമുണ്ട്. അത്രയും 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 സോഫ്റ്റ് ആയിട്ട്, അല്ല അത്രയും തളരിതമായിട്ട് വേണം നമ്മൾ ഹ്യൂമൻ വാച്ചിങ് പഠിക്കേണ്ടത്. ഇനി ഞാൻ നിങ്ങളെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വിളിക്കുന്നു. ഒരു എഞ്ചിനീയറിംഗ് കോളേജ്. അവിടെ അരുൺ എന്നൊരു സ്റ്റുഡന്റ്. അവൻ എന്നും ബാക്ക് ബെഞ്ചിലാണ് ഇരിക്കുക. അവൻ ആരോട് സംസാരിക്കില്ല, ചിരിക്കില്ല, ഒരു ഇന്ററാക്ഷനും ഇല്ല. ടീച്ചേഴ്സൊക്കെ അവനെ ഒഴിച്ചു വിട്ടു. മടിയനാണ്, അല്ല നിർവികാരനാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളിവിട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പ്രേമം സിനിമയിലെ മലർ മിസ്സിനെ പോലെ ഒരു മിസ് ദേവിക കോളേജിലെ പ്രൊഫസറായിട്ട് അവിടെ വന്നു ചേരുകയാണ്. ഈ ദേവിക ടീച്ചറുടെ പ്രത്യേകത, അവർ വെറുതെ പഠിപ്പിച്ച് പോരുക അല്ലെങ്കിൽ പോർഷൻസ് കവർ ചെയ്യുക മാത്രമല്ല, കുട്ടികൾ ഓരോരുത്തരും ക്ലാസ്സിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കുന്നത്, അവരുടെ ബോഡി ലാംഗ്വേജ്, അവർ എവിടെയാണ് പോയിരിക്കുന്നത്, അവർ തന്നെ എങ്ങനെയാണ് നോക്കുന്നത്, ബോർഡ് എഴുത്തിലേക്ക് എങ്ങനെയാണ് നോക്കുന്നത്, അങ്ങനെ പലതും നിശബ്ദമായിട്ട് നിരീക്ഷിക്കുന്ന ഒരു രീതി ആ ടീച്ചർക്കുണ്ടായിരുന്നു. അരുൺ ഒരിക്കലും കണ്ണുകളിലേക്ക് നോക്കുന്നില്ല എന്ന കാര്യം ഈ ദേവി ടീച്ചർ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല, അവൻ പലപ്പോഴും ഉച്ചഭക്ഷണം കൊണ്ടുവരുന്നുണ്ടെങ്കിലും അത് കഴിക്കാറില്ല. അപ്പൊ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം ദേവിക ടീച്ചർ അവനെ സൂക്ഷ്മമായിട്ട് കൂടുതൽ നിരീക്ഷിക്കാൻ തുടങ്ങി. കുറെ നാൾ ഇങ്ങനെ ടീച്ചർ അവനെ നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. ഒരു ദിവസം സമയം ഒത്തു വന്നപ്പോൾ ടീച്ചർ അവനോട് ചോദിച്ചു, നീ ഇന്ന് വളരെ ക്ഷീണിതനാണല്ലോ, നിന്റെ കണ്ണുകൾ പറയുന്നുണ്ട് നീ ഉറങ്ങിയിട്ടില്ല എന്നുള്ളത്. പക്ഷെ നീ നിന്റെ അസൈൻമെന്റ്സ് ഒക്കെ കൃത്യമായി വെക്കുന്നുണ്ട്, രാത്രിയിൽ നീ നല്ല ഹോംവർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അങ്ങനെ അല്ലാതെ വരില്ല, എന്നാൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുമില്ല. ഒരു ചെറിയ നിമിഷം അത് അവിടെ എന്തോ തുറക്കുകയാണ്. അവൻ പറയുകയാണ്, അമ്മയെയും അനുജത്തിയെയും പോറ്റാൻ എല്ലാ രാത്രിയിലും അവൻ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുകയായിരുന്നു. അരുൺ അത് സമ്മതിക്കുകയാണ്. ഗ്രേഡ് കുറഞ്ഞാൽ സ്കോളർഷിപ്പ് നഷ്ടപ്പെടും എന്നുള്ള പേടിയിൽ അവൻ എന്നും രാത്രി ഉറങ്ങിയില്ലെങ്കിൽ പോലും കോളേജിൽ വരികയാണ്. ആ ദിവസം മുതൽ ദേവിക ടീച്ചർ അവനെ കൂടുതൽ സഹായിക്കാൻ തുടങ്ങിയാണ്. ക്ലാസ് നോട്ട്സ് ഒക്കെ കൂടുതൽ അയച്ചു കൊടുക്കും, അവന്റെ അസൈൻമെന്റ്സിനൊക്കെ സമയം കൂടുതൽ കൊടുക്കും. പിന്നെ ക്യാമ്പസിൽ ഒരു പാർട്ട് ടൈം ജോലി ഒപ്പിച്ചു കൊടുത്ത് ചെറിയൊരു വരുമാനം അതിലൂടെ അവൻ ഒപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതൽ കൂലി കിട്ടി തുടങ്ങി. അരുൺ കൂടുതൽ മികച്ച വിദ്യാർത്ഥിയായി വലിയ ക്ലാസ്സോടുകൂടി ബിരുദം നേടിപ്പോയി. വർഷങ്ങൾക്ക് ശേഷം ഈ അരുൺ ഒരു മോട്ടിവേഷണൽ സ്പീക്കറായി മാറി എന്നതാണ് നമുക്കൊക്കെ പരിചയമുള്ള ഒരാൾ തന്നെയാണ്. അന്ന് മുതൽ ആ മോട്ടിവേഷൻ സ്പീക്കേഴ്സിന്റെ എല്ലാ ക്ലാസ്സുകളിലും അരുൺ പറയുന്ന എല്ലാ പ്രസംഗത്തിലും ആവർത്തിച്ച് പറയും, സഹാനുഭൂതി ആരംഭിക്കുന്നത് കാണുന്നതിലൂടെയാണ്. ആരെങ്കിലും എന്നെ സഹായിച്ചത് കൊണ്ടല്ല, അന്ന് ആ ഒരാൾ എന്ന് പറഞ്ഞാൽ ദേവിക ടീച്ചർ എന്നെ ശ്രദ്ധിച്ചത് കൊണ്ടാണ് എന്റെ ജീവിതം ഇത്രയും മാറിയത്. ആരും സഹായിച്ചിട്ടില്ല, ഒന്ന് ശ്രദ്ധിക്കുന്നതോടുകൂടി, ഹ്യൂമൻ വാച്ചിങ്ങോടുകൂടി പലരുടെയും ജീവിതം തന്നെ മാറി മറയുന്നുണ്ട് എന്നുള്ളതാണ് ഈ അരുൺ ദേവിക ടീച്ചർ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. യഥാർത്ഥ സഹാനുഭൂതിക്ക് വാക്കുകൾ വേണ്ട. ഒരാളെ അയാളുടെ നിശബ്ദതയ്ക്കപ്പുറം അയാളുടെ അസാന്നിധ്യത്തിൽ അയാളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നതാണ് യഥാർത്ഥ ഹ്യൂമൻ വാച്ചിങ്. മഴയുള്ള ഒരു വൈകുന്നേരം, ഒരു റെയിൽവേ സ്റ്റേഷൻ.
മീര എന്ന എഴുത്തുകാരി വളരെ വൈകിയ ഒരു ട്രെയിന് വേണ്ടി കാത്തിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്കൊക്കെ അറിയാലോ, ഒരുപാട് തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും. മൊബൈൽ നോക്കുന്നവരുണ്ട്, ക്ഷീണിച്ച് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാൻ തയ്യാറെടുക്കുന്നവരുണ്ടാവാം, ദീർഘയാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരുണ്ടാവാം, എന്തൊക്കെയോ അസ്വസ്ഥതയോടു കൂടിയുള്ള ഒരുപാട് ആളുകൾ, പലവിധം പല രൂപത്തിലൊക്കെ ഈ പെറുപെറുത്തോണ്ട് നടക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിശബ്ദമായിട്ട് ഒരു സ്ഥലത്ത് മാറിയിരുന്ന് ഇങ്ങനെ ആളുകളെ വാച്ച് ചെയ്യുന്ന ഒരു രീതി ഈ മീര എന്ന എഴുത്തുകാരിക്കുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൂരെ ഒരു മരബെഞ്ചില് ഒരു വൃദ്ധൻ ഇരിക്കുന്നു. വളരെ ലളിതമായ വസ്ത്രധാരണം, ഒരു മുഷിഞ്ഞ വയലിൻ കേസ് ആളുടെ അടുത്തിരിപ്പുണ്ട്. നമ്മുടെ മീര പതുക്കെ ആ വൃദ്ധന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അയാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ വയലിൻ വായിക്കാറുണ്ടോ? അയാൾ തലയാട്ടുന്നു. പണ്ട്, പക്ഷെ ഇപ്പോഴില്ല. കൈകൾ വിറയ്ക്കും. മീര അയാളുടെ കൂടെ കുറച്ചു നേരം ഇരുന്നു, സംസാരിച്ചു. റാണിമാം സ്റ്റക്കായി പോകുന്നുണ്ടല്ലേ? മകൻ വിദേശത്ത് എവിടെയോ പോയി, പക്ഷേ ഞാൻ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കും. അദ്ദേഹം വളരെ പതുക്കെയാണ് പറയുന്നത്. കാരണം ആളുകളുടെ ഈ കാൽപ്പാടുകളുടെ ശബ്ദം എനിക്ക് സംഗീതം പോലെയാണ്. ആ ഓർമ്മകൾ എന്നെ വയലിൻ വായിക്കാൻ ഇപ്പോഴും ഇഷ്ടപ്പെടുത്തുകയാണ്. മീര ആവശ്യപ്പെടുന്നുണ്ട്, അങ്ങ് ധൈര്യപൂർവ്വം ഈ വയലിനെടുത്തൊന്ന് വായിക്കൂ. അപ്പോൾ അയാൾ പേടിക്കുന്നുണ്ട്, കൈവിറയ്ക്കുന്നു. ഇല്ല, ഒന്നുമില്ല, വായിച്ചോളൂ. അയാൾ വയലിൻ കേസ് തുറന്ന് നല്ലൊരു സ്ട്രിപ്പ് വായിച്ചു. സ്റ്റേഷന്റെ ശബ്ദം മൊത്തത്തിൽ മങ്ങിപ്പോയി. ആ പ്ലാറ്റ്ഫോമിലുള്ള ആളുകൾ പലരും ഇങ്ങനെ ചുറ്റും ഇങ്ങനെ അപരിചിതരെ ഇങ്ങനെ കേൾക്കാൻ വട്ടത്തിൽ നിന്നു. ചിലർ പുഞ്ചിരിക്കുന്നുണ്ട്, ചിലർ ഇങ്ങനെ സാഡ്നസ് കാരണം കണ്ണുനീർ തുടയ്ക്കുന്നുണ്ട്, ചിലർ നിശ്വാസം വിടുന്നുണ്ട്. നമ്മൾ പറയില്ലേ, ആ നിമിഷം എല്ലാവർക്കും എന്തോ ഒന്ന് തോന്നി. ചിലർക്ക് നൊസ്റ്റാൾജിയാകാം, സ്നേഹമാകാം, നഷ്ടമാകാം, ആഗ്രഹമാകാം, സങ്കടമാകാം. സീൻ കഴിയുന്നു. മീര ട്രെയിൻ കയറി വീട്ടിലേക്ക് പോകുന്നു. പിന്നീട് അവൾ പറയുന്നുണ്ട്, ഞാൻ ആഴത്തിൽ എന്തോ ഒന്ന് അനുഭവിച്ചു. സ്റ്റേഷനിൽ അവൾ കണ്ട ആ ഓരോ മനുഷ്യരുടെയും മുഖത്ത് അതിൻ്റെതായിട്ടുള്ള ഒരു നോവൽ മീര കണ്ടു. ആരും വായിക്കാത്തത്, ആരും പറയാത്തതായിട്ടുള്ള ഒരു നീറ്റ്. പക്ഷെ അതിലും ആഴത്തിൽ നമ്മൾ പറഞ്ഞ സീനിൽ അയാളുടെ ചുറ്റും നിന്നവരുടെ മുഖത്ത് അല്ലെങ്കിൽ മനസ്സിൽ മനുഷ്യത്വമുണ്ടെന്ന് ബോധ്യമായി. അന്ന് രാത്രി മീര തന്റെ ഡയറിയിൽ എഴുതുന്നുണ്ട്, ഓരോ മനുഷ്യനും ഓരോ വികാരഭരിതമായ നോവലാണ്. ചിലർ കഥയാണ്, ചിലർ കവിതയാണ്, ചിലർ വേദനയാണ്, ചിലർ സന്തോഷമാണ്, ചിലർ കേൾക്കാൻ കാത്തിരിക്കുന്ന സിംഫണികളാണ്. വിലയിരുത്തൽ അല്ല, മനസ്സിലാക്കാൻ വേണ്ടി ആളുകളെ കാണാൻ തുടങ്ങുമ്പോൾ, ഇങ്ങനെ ഹ്യൂമൻ വാച്ചിങ് നടത്തുമ്പോൾ ജീവിതം ജീവനുള്ള ആത്മാക്കളുടെ അനന്തമായ ഒരു വായനശാലയായി മാറുകയാണ്. അപ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയും അതൊരു എന്തായിക്കോട്ടെ, ഇപ്പോ നമ്മൾ യാത്ര ചെയ്യുന്ന ടാക്സിയിലെ ഡ്രൈവർ ആകാം, അല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്ന കടയിലെ ഉടമയാകാം, അവിടുത്തെ പണിക്കാരനാവാം, നമ്മൾ കാണുന്ന അധ്യാപകരാകാം, വിദ്യാർത്ഥികളാകാം, സഹപ്രവർത്തകരാകാം, ആരുമായിക്കോട്ടെ, അവരെയെല്ലാം നമ്മൾ അറിയുക എന്നതാണ് ഹ്യൂമൻ വാച്ചിങ്ങിലൂടെ നമ്മൾ പഠിക്കേണ്ടത്. ഇന്ന് തിരിച്ചു വരുമ്പോ റോഡിലൊക്കെ ഭയങ്കര റഷായിരുന്നു. ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ശരിക്കും ഇതൊക്കെയാണ് ശരിക്കും ഹ്യൂമൻ വാച്ചിങ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഒരു വേദി. അപ്പോ അവരുടെയൊക്കെ ഉള്ളിൽ അവരെല്ലാം ഒരു ലോകം വഹിക്കുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആ യാത്ര ഒരു വേറെ തലത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അവർ ഓരോരുത്തരുടെയും ഭാവം ഓരോ ഖണ്ഡിക പറയുന്നുണ്ട്. ശരിക്കും ശ്രദ്ധിച്ചാൽ ഈ മനുഷ്യരുടെയൊക്കെ കണ്ണുകൾ ഓരോ അധ്യായങ്ങളാണ്.
അവരുടെ നിശബ്ദത ഒക്കെ മറഞ്ഞിരിക്കുന്ന ഒരു പേജാണ്. പക്ഷാഘാതമോ തിടുക്കമോ ഒന്നുമില്ലാതെ നിങ്ങൾ അവരെ ശരിക്കും ഒന്ന് കാണുമ്പോൾ, വായിക്കുമ്പോൾ നിങ്ങളും ഹ്യൂമാനിറ്റിയുടെ റീഡറായി മാറുകയാണ്. അവിടെയാണ് സഹാനുഭൂതി, ബന്ധം, ജ്ഞാനം എന്നിവ ശരിക്കും ആരംഭിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന പുസ്തകങ്ങൾ ഒന്നുമല്ല, ഇങ്ങനെ വായിക്കുന്ന വായനയിലാണ് ഹ്യൂമാനിറ്റി ആരംഭിക്കുന്നത്. നിങ്ങൾ ശരിക്കും ഒരു മനുഷ്യനാകുന്നത് അത്തരം ഹ്യൂമൻ വാച്ചിങ് നിമിഷത്തിലൂടെയാണ്. ഇനി ഒരു നദിക്കരയിൽ ഒരു ചായക്കടയുണ്ട്. ജോലിക്ക് പോകുമ്പോൾ രവി എന്ന് പറഞ്ഞ ഒരാൾ എല്ലാ ദിവസവും രാവിലെ ഈ നദിപ്പാലത്തിന് സമീപമുള്ള ചെറിയ ചായക്കടയിൽ വണ്ടി നിർത്തും. ആ സ്ഥലം അത്രയും സാധാരണമായ ഒന്നായിരുന്നു. ഒരു മരബെഞ്ച്, ഒരു തുരുമ്പിച്ച കെറ്റിൽ, ഇതൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയണം കേട്ടോ. ഒരു ചെറിയ ബെഞ്ച്, ഒരേ നിശബ്ദമായ പുഞ്ചിരിയോടെ എല്ലാവർക്കും ചായ വിളമ്പുന്ന ഗോപാൽ എന്ന ആ വെലിഞ്ഞ വൃദ്ധൻ. ഇത് മാസങ്ങളോളം രവി ഇങ്ങനെ ഇവിടെ വരുന്നുണ്ട്, പോകുന്നുണ്ട്, ചായ കുടിക്കുന്നുണ്ട്, പെട്ടെന്ന് പോവുകയും ചെയ്യും. ഗോപാൽ എന്ന മനുഷ്യനെ മാത്രം രവി ഒരിക്കലും കണ്ടില്ല. ഒരു ദിവസം രവി തന്റെ ഫോൺ വീട്ടിൽ മറന്നു വെച്ചു. ഗോപാലിന്റെ ചായപ്പിടി എത്തിയപ്പോഴാണ് ഫോൺ എടുക്കാൻ മറന്ന ഓർമ്മ വരുന്നത്. സംഗീതമോ സന്ദേശങ്ങളോ ശ്രദ്ധ തിരിക്കാതെ അവൻ നിശബ്ദനായി അവിടെ ഇരുന്നു. പ്രഭാതം വിരിയുന്നത് നോക്കി, ഗോപാൽ കപ്പുകളൊക്കെ ഇങ്ങനെ ചേർത്ത് അടക്കി വെക്കുന്നത് നോക്കി, ഭംഗിയിൽ ഒരു വരിയിൽ വെക്കുന്നതും ആ വെള്ളത്തിലൊക്കെ ഒന്ന്, ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് വിരൽ മുക്കി ചായ ഒരു സ്പൂണിൽ കോരി കയ്യിൽ ഒഴിച്ചിട്ട് നക്കി കുടിക്കുന്നത് നോക്കി ഒക്കെ. അപ്പോഴാണ് രവി ഇതൊക്കെ കാണുന്നത്. ഫോൺ പോയതോടുകൂടി എവിടെയും പോകാനില്ല എന്നത് കൊണ്ടാണ് അവിടെ ഇരുന്നു കൊണ്ട് രവി ഇതെല്ലാം ശ്രദ്ധിക്കുന്നത്. അയാൾ ആദ്യമായിട്ടാണ് ഇതെല്ലാം ശ്രദ്ധിച്ചത്. എത്രയോ മാസങ്ങളായിട്ട് അവിടെ വരുന്നതാണ്. ഒരു കൊച്ചുകുട്ടി കടന്നു വരുന്നുണ്ട്, പറയുന്നുണ്ട് പണമില്ല. ഗോപാൽജി ആ കുട്ടിക്ക് ഒരു കപ്പിൽ നിറയെ കാപ്പി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുള്ള ചായ ഒരിക്കലും പണത്തിനായി ഒരിക്കലും കാത്തിരിക്കരുതെന്ന് അയാൾ പറയുന്നു, ആരോടൊന്നില്ലാതെ. ആ വരി രവിയുടെ മനസ്സിൽ തുടരുകയാണ്. ആ നിശബ്ദതയിൽ അയാൾക്ക് ചുറ്റുമുള്ള ജീവിതം കൂടുതൽ തെളിച്ചത്തിൽ കാണാൻ പറ്റുകയാണ്. 1000 കഠിനമായ ദിവസങ്ങളെ നേരിട്ടിട്ടും ദയ തിരിച്ചെടുക്കുന്ന ഒരു മനുഷ്യന്റെ ക്ഷമ, വാക്കുകളില്ലാതെ പരസ്പരം സഹായിക്കുന്ന ആളുകളുടെ നിശബ്ദത, ജോലി സ്ഥലത്തും വീട്ടിലും എല്ലാം രവി ഗോപാലിനെയും അവന്റെ ചായക്കടയും മാത്രം ഓർത്തുകൊണ്ടിരുന്നു. അത് ഒരു വലിയ പുസ്തകമാണ് ആ ചായക്കട. പിറ്റേന്ന് രാവിലെ രവി ഗോപാലിനോട് ചെന്ന് ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ ചായക്കട തുടങ്ങിയിട്ട് എത്ര കാലമായി? അപ്പൊ ഗോപാൽ എന്ന ചായപ്പിടിക്കാരൻ അപ്പൂപ്പൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ 40 വർഷമായി. ആളുകൾ ഇങ്ങനെ വന്നു പോകുന്നു, മുഖങ്ങൾ പലതും മാറുന്നു. എന്റെ ചായയുടെ ആവിയും ആശംസയുടെ ശബ്ദവും ഒരിക്കലും മാറിയിട്ടില്ല. മിസ്റ്റർ, നിങ്ങളെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, പക്ഷേ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കാറില്ല. ആ ദിവസം രവിക്ക് ആഴമേറിയ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഓരോ ജീവിതവും നമ്മളോട് സംസാരിക്കുന്നുണ്ട്, ശബ്ദമൊന്നും ഉണ്ടാവില്ല. ഇപ്പോ ഈ മീറ്റിംഗിലുള്ളവർ എല്ലാവരും എന്നോട് സംസാരിക്കുന്നുണ്ട്, ഒരു ശബ്ദവുമില്ല, ആരുടെയോ ഒരു ശബ്ദവും കേൾക്കാനില്ല. ശരിക്കും ഇടവേളകളിൽ ആളുകൾ പരസ്പരം നോക്കുമ്പോഴാണ് ശരിയായിട്ടുള്ള വിനിമയം വരുന്നത്. ശരിക്കും നിശബ്ദത ഒരു ശൂന്യത ഒന്നുമല്ല, അത് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു വാതിലാണ്. നമ്മള് പത്മരാജന്റെ സിനിമ കണ്ടിട്ടില്ലേ, തൂവാനത്തുമ്പികള്? അതില് നമുക്ക് ഒരു നാരങ്ങാ വെള്ളമൊക്കെ കാച്ചിയാലോ എന്നൊക്കെ ചോദിച്ചിട്ട് അശോകനെയും ആ പെണ്ണിനെയും മുറിയിലേക്ക് അടച്ചിട്ടിട്ട് മോഹൻലാൽ കഥാപാത്രം വരാന്തയിൽ ഇങ്ങനെ വന്നു നിൽക്കുന്ന ഒരു സീനുണ്ട്. ഒരു നിശബ്ദ, ഒരു ശൂന്യത. ആ പടം ഒന്നും കൂടെ എല്ലാവരും ഒന്ന് ഇട്ടു നോക്കണം കേട്ടോ. അത് ആ ആക്ടർ കൊണ്ടുവന്ന ഒരു ഇംപ്രൊവൈസേഷൻ ആയിരുന്നു എന്നാണ് പത്മരാജൻ പറഞ്ഞിട്ടുള്ളത്. ആ നിശബ്ദത, അതാണ് അത്രയും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആ സിനിമയിൽ കൊണ്ടുവന്നത്. അപ്പോ നിശബ്ദത ഒരു ശൂന്യതയല്ല, അത് കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു വാതിലാണ്. നമ്മുടെ സ്വന്തം വാക്കുകൾ കൊണ്ട് ഇങ്ങനെ ഓരോ ഇടവും നിറക്കുന്നോ നിർത്തി നമ്മുടെ ഞാൻ എന്നിങ്ങനെയുള്ള ഒച്ചപ്പാട് ഉണ്ടാക്കാതെ ലോകത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിന്റെ രഹസ്യ സംഗീതം നമ്മൾ കൂടുതൽ കേൾക്കാൻ തുടങ്ങും. ഇങ്ങനെ മനുഷ്യ നിരീക്ഷണം ആരംഭിക്കുന്നത് കണ്ണിൽ നിന്നല്ല, ശരിക്കും ശാന്തമായിട്ടുള്ള മനസ്സിൽ നിന്നാണ്.
രവി മൊബൈൽ ഫോൺ നഷ്ടമായപ്പോഴാണ് ആ ചായപ്പിടിയക്കാരനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. നമുക്ക് അങ്ങനെ ഒരു ട്വിസ്റ്റ് ലൈഫിൽ വരുമ്പോഴാണ് നമ്മൾ എല്ലാവരെയും മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നത്. പക്ഷെ ഹ്യൂമൻ വാച്ചിങ് പരിശീലിക്കുന്നവർ അതങ്ങനെ ട്വിസ്റ്റ് വരാൻ കാത്തു നിൽക്കണമെന്നില്ല. ഓരോ മൊമെന്റിലും ഇനി നാളെ പകൽ നിങ്ങൾ എത്രമാത്രം ഹ്യൂമൻ വാച്ചിങ് പരിശീലിക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ സംസാരത്തിന്റെ വിജയം. നമ്മളൊന്ന് വേഗത കുറയ്ക്കുന്ന നിമിഷം, ആ വൃദ്ധന്റെ ചായപ്പീടിയിലെ ബെഞ്ചിൽ നിന്ന നിമിഷമാണ് ആ വൃദ്ധനെ അയാൾ കൂടുതൽ കാണാൻ തുടങ്ങിയത്. നാം ഈ തിരക്കൊന്ന് മാറ്റിവെച്ചാൽ മാത്രം നമ്മൾ കാണാൻ തുടങ്ങും. ആളുകളെ മാത്രമല്ല, അവരുടെ ആ നിശബ്ദതയിൽ വികസിക്കുന്ന കുറെ കഥകളുണ്ട്. നമുക്ക് പ്രസിദ്ധരായിട്ടുള്ള മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെയും പ്രസംഗകരെയും പരിചയം. ഈ ഭൂമിയിൽ മിണ്ടാതിരിക്കുന്ന അത്തരം കുറെ മൗനികളുടെ കഥകൾക്ക് പുറകെ പോകുമ്പോഴാണ് യഥാർത്ഥ ഹ്യൂമൻ വാച്ചിങ് നടക്കുക. മനുഷ്യ നിരീക്ഷണത്തിന് ഇങ്ങനെ ഒരുപാട് തലങ്ങളുണ്ട്. ഇത് ഒരു കേവലം നിരീക്ഷണം, ഒരു കാണൽ മാത്രമല്ല മനുഷ്യ നിരീക്ഷണം എന്ന് പറയുന്നത്. മനസ്സിലാക്കണമെന്ന് മാത്രം പറയുകയാണ്. ഞാൻ ഇനി ഒരു കഥ കൂടി പറയാം. ഒരു ശാന്തമായ ആശുപത്രി. അവിടെ രമേശ് എന്നൊരു മധ്യവയസ്കൻ തന്റെ പിതാവിന്റെ കട്ടിലിന്റെ അരികിൽ ചെന്നിരിക്കുകയാണ്. ഒരിക്കൽ ശക്തനും അത്രയും ചടുലനുമായിട്ടുള്ള ഒരു തയ്യൽക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ. പക്ഷെ ഇപ്പൊ പക്ഷാഘാതം ബാധിച്ച് സംസാരിക്കാൻ കഴിയാതെ കിടക്കുകയാണ്. യന്ത്രങ്ങൾ മുറിയിൽ മൂളുന്നുണ്ട്. ഡോക്ടർമാർ വരുന്നുണ്ട്, പോകുന്നുണ്ട്. നഴ്സുമാർ വരുന്നുണ്ട്, പോകുന്നുണ്ട്. ദിവസങ്ങൾ പോകുന്നുണ്ട്. അവരുടെ ഇടയിൽ വാക്കുകൾ വിട്ടുപോകുന്നുണ്ട്. എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് വൈകുന്നേരം രമേശ് അച്ഛന്റെ അടുത്തെത്തി ആ ദിവസത്തെക്കുറിച്ച് മൃദുവായി സംസാരിക്കും. കട, അയൽക്കാർ, പേരക്കുട്ടികൾ. അച്ഛൻ ഇങ്ങനെ കണ്ണു ചിമ്മുകയോ വിരൽ ചെറുതായി ചലിപ്പിക്കുകയോ മാത്രമേ ചെയ്തിരുന്നുള്ളൂ. അതിന്റെ അർത്ഥം എന്താണെന്ന് രമേശിന് ഒരിക്കലും അറിയില്ലായിരുന്നു. ഒരു നീണ്ട ദിവസത്തിന് ശേഷം ഒരു രാത്രി ഇതുപോലെ സംസാരിക്കാൻ പോലും ആകാതെ അത്രയും ക്ഷീണിതനായി രമേശ് അയാളുടെ അരികിൽ ചെന്ന് നിശബ്ദനായിരിക്കുകയാണ്. ആ മുറി അത്രയും മങ്ങിയതാണ്. ഒരു പാവപ്പെട്ട ഹോസ്പിറ്റൽ. മോണിറ്ററിന്റെ താളാത്മകമായ ബീപ്പ് മാത്രമാണ് അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞത്. പെട്ടെന്ന് ഈ അച്ഛൻ അയാളുടെ ദുർബലമായുള്ള കൈകൊണ്ട് മകന്റെ കയ്യിൽ സ്പർശിക്കുകയാണ്. പതുക്കെ ആ വൃദ്ധന്റെ വിരലുകൾ അവന്റെ കൈപ്പത്തിയിൽ എന്തോ കണ്ടെത്തി എഴുതാൻ തുടങ്ങി. അത് സ്നേഹം, സ്നേഹം എന്നായിരുന്നു. അച്ഛൻ മകന്റെ വിരലിൽ കൈപ്പത്തിയിൽ എഴുതിയത് സ്നേഹം എന്ന വാക്കായിരുന്നു. രമേശിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറയുകയാണ്. അച്ഛൻ സംസാരിക്കാൻ കഴിയില്ല. പക്ഷെ ആ വിറയ്ക്കുന്ന വിരലുകൾ വീണ്ടും വീണ്ടും എഴുതുകയാണ്. പിറ്റേന്ന് രാവിലെ അച്ഛൻ സമാധാനപരമായി മരിച്ചു. മഷിയിലല്ല, സ്പർശനത്തിൽ എഴുതിയ സ്നേഹമെന്ന വാക്കിന്റെ അക്ഷരങ്ങൾ രമേശിന്റെ ഹൃദയത്തിൽ എന്നും തെളിഞ്ഞു. നിരീക്ഷിക്കാതെ പോയ ഒരു വലിയ ജീവിതമായിരുന്നു രമേശിന്റെ അച്ഛൻ. ഒറ്റ രാത്രി കൈപ്പത്തിയിൽ എഴുതിയ, മഷിയില്ലാതെ എഴുതിയ ആ വാക്കാണ് പിന്നെ അവനെ തെളിയിച്ചത്. ഒരുവൾ എന്നോട് ഇങ്ങനെ പെരുമാറി എന്നല്ല, അവൻ എന്നോട് അങ്ങനെ പെരുമാറി എന്നതുകൊണ്ട് അതിനുള്ള കാണാത്ത മറുപടി കാണലാണ് ഹ്യൂമൻ വാച്ചിങ്. ഇത് നമ്മുടെ ഒരു ഇമോഷണൽ ഇന്റലിജൻസിനെ കൂട്ടുന്നതാണ്. ഹ്യൂമൻ വാച്ചിങ് ശരിക്കും ജഡ്ജ്മെന്റ്, നമ്മുടെ അണ്ടർസ്റ്റാൻഡിനെ ബ്ലോക്ക് ചെയ്യുന്നു. അതിൽ നിന്നൊരു മോചനം കൂടിയാണ് ഹ്യൂമൻ വാച്ചിങ്. ഹ്യൂമൻ വാച്ചിങ് ആളുകളെ ഇങ്ങനെ നോക്കുമ്പോഴാണ്, നിർത്തുമ്പോഴാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി നന്നാവുക. എംപത്തറ്റിക് വാച്ചിങ് ആണ്. അത് നമ്മുടെ ബന്ധങ്ങളെ ഹീൽ ചെയ്യുന്നതാണ്. അധ്യാപകർ, കൗൺസിലേഴ്സ്, അവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ഡെയിലി പ്രാക്ടീസ് ആണ് ഹ്യൂമൻ വാച്ചിങ്. ഒരു കൗൺസിലിംഗ് സെന്ററിൽ പോലും അവർ പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കണ്ട. ഒരു ഹ്യൂമൻ വാച്ചിങ് സ്കിൽഡ് ആയിട്ടുള്ള ഒരു കൗൺസിലർക്ക് 10 മിനിറ്റ് നിരീക്ഷിച്ചാൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാകും. ഈ ലോകം തന്നെ ഒരു ക്ലാസ് മുറിയായിട്ട് നമ്മൾ മാറ്റുക. അത് MA സൈക്കോളജി അല്ല, PhD സൈക്കോളജി ക്ലാസ് അല്ല, അതിനേക്കാൾ അപ്പുറമാണ്. റെയിൽവേ സ്റ്റേഷൻ നമ്മൾ കാണുകയും ഇങ്ങനെ സംസ്കാരവും സാമൂഹികമായിട്ടുള്ള സന്ദർഭങ്ങളിൽ നമ്മളെ കൂടുതൽ കാണുകയും ചെയ്യുന്നത് മെച്ചപ്പെടുത്തുന്നു. കൂടുതൽ പറയുന്നില്ല, സമയത്തിന്റെ
പരിധിയുണ്ട്. ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടാവുമെന്നും നാളെ മുതൽ നിങ്ങളൊരു നല്ല ഹ്യൂമൻ വാച്ചറായി മാറുമെന്നും നമ്മുടെ സമൂഹത്തിന് അതുകൊണ്ട് ഒരുപാട് നന്മയും എമ്പതിയും ഉള്ള സ്നേഹവുമുള്ള ആൾക്കാരെ കിട്ടുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കുകൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു റാണി മാം. താങ്ക് ഒരു ഡിഫറെന്റ് അനുഭവമായിരുന്നു ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. യു. നേരം കേട്ടിരുന്ന എല്ലാവർക്കും അതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ അത് കേട്ടതിൽ നിങ്ങളുടെ ഫീലിങ്സ് ഷെയർ ചെയ്യാനോ ഉണ്ടെങ്കിൽ പ്ലീസ് കം ഫോർവേഡ്. ഓക്കെ, റാണിജി കേൾക്കാമോ? കേൾക്കാം. പറയൂ വേണു സർ. ഒന്ന്, ടോപ്പിക് ഇസ് വെരി ഗുഡ് ആൻഡ് ദി നറേഷൻ അതും നന്നായിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ ഞാൻ. ഹാവ് യു റെഡ്? ഞാൻ 2 ബുക്കിന്റെ ടൈറ്റിൽ പറയാൻ പോവാണ്. ഒന്ന് മാൻ വാച്ചിങ്, രണ്ടാമത്തത് പീപ്പിൾ വാച്ചിങ്. ഈ 2 ബുക്ക് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും വായിച്ചിട്ടുണ്ടോ? അത് 2ഉം വായിച്ചിട്ടുണ്ടോ? ഇല്ല, വായിച്ചിട്ടില്ല സർ. എന്നാലേ അത്യാവശ്യം വായിക്കണം. യു വിൽ എൻജോയ്. തീർച്ചയായിട്ടും. ഇതിൽ ബാക്കി മിക്കവർക്കും Sure, sir. വലിയതില്ല. ബിക്കോസ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ടോപ്പിക്. അതിൽ മാൻ വാച്ചിങ് ഓർ People പീപ്പിൾ watch. വാച്ചിങ്, ഇത് 2ഉം ഞാൻ ഒരു 41 വർഷത്തിന് മുൻപ് ഞാൻ വായിച്ചതാണ്. അതിന്റെ 2 ബുക്ക് ഞാൻ വാങ്ങിച്ച് അത് നാട്ടിൽ തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിലുണ്ട്. ഇത് 2ന്റെയും ആദറിന്റെ പേര് ഡെസ്മണ്ട് മോറിസ്. അദ്ദേഹം ഒരു ആന്ത്രോപോളജിസ്റ്റും സുവോളജിസ്റ്റും ആയിരുന്നു. ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ, അതൊക്കെയാണ്. അതിൽ ആ 2 ബുക്കും വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ താഴെ വയ്ക്കാൻ തോന്നത്തില്ല. കാര്യം ലാവിഷ്ലി ഇല്ലസ്ട്രേറ്റഡ് കളർ ഫോട്ടോഗ്രാഫ്സ്, ഒരു കുറഞ്ഞ ഒരു 10, 50, 60 പിക്ചേഴ്സെങ്കിലുണ്ട്. ഹ്യൂമൻ വാച്ചിങ് എന്നല്ല പറയുന്നത്, മാൻ വാച്ചിങ്, മറ്റേത് Yes, പീപ്പിൾ people watching. വാച്ചിങ്. ഇത് 2ഉം അത്യാവശ്യം എ പേഴ്സൺ ലൈക്ക് യു, ഇഫ് യു റീഡ്, ദാറ്റ് വിൽ Sure, sir. enhance, Sure. empower you with Sure. more knowledge. Wish you all the best. Thank you, sir. Thank you, sir. Thank you very much. Good evening, Rani ma'am. Hi, good evening, Rashida ma'am. വ്യത്യസ്തമായിട്ടുള്ള ഒരു സെഷൻ. കണ്ണടച്ചിരുന്നാണോ കേട്ടെ? എന്താ പറയാ, നമ്മൾ ചില കാര്യങ്ങൾ ഞാൻ കൂടുതലും എന്റെ ചിന്തകൾ, മാം പറയുന്ന മറ്റേ ട്രെയിൻ, മാർക്കറ്റ്, ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്ത് അപ്പൊ എന്റെ Okay. വിഷ്വലൈസേഷൻ ഒരു പീക്ക് ലെവലിൽ കൊണ്ടുവന്ന് എത്തിച്ചേക്കാണ്. അപ്പൊ കുറെ ആളുകള്, ഇമോഷൻസ്, കുറെ ഫേസുകൾ വന്നു. അപ്പൊ എന്റെ ഇമാജിനേഷൻ ഇന്ന് പൂത്തുലഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് മാമിനോട് പറഞ്ഞിട്ടുണ്ട്, റഷീദ മാമിന്റെ മാമിന്റെ കഴിവാണ് കേട്ടോ, സ്ട്രെങ്ത് എന്ന് അങ്ങനെ ഒരു പറയുന്നത്. ഇമാജിനറി പവർ. നമ്മള് എനിക്ക് ഇത്രയും ഉണ്ടെന്ന് ഞാൻ ഇന്ന് റിയലൈസ് ചെയ്തു. കാരണം എനിക്ക് ഓരോ ആ പോയ കഥാപാത്രങ്ങളും ആ കടയും ആ പാലവും തയ്യൽക്കട, ആ കൈകള് മീൻസ് എന്നെ കണക്ട് ചെയ്ത് ഞാൻ ശ്രദ്ധിച്ചെന്നുള്ളതാണ്. കൈകൾ ഇങ്ങനെ വരയ്ക്കുന്നത് അതൊക്കെ എന്റെ മൈൻഡിൽ കൂടെ വന്നു. അപ്പൊ ഓക്കെ. മാമിന്റെ സ്ട്രെങ്ത് ആണ് മാമിന്റെ വോയിസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ സ്ട്രെങ്തിനെ തന്നെ മാം വളരെ ഭംഗിയായിട്ട് ഈ ഒരു സെഷനിൽ അവതരിപ്പിച്ചു. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോ നല്ല ഫീൽ ഗുഡ് ഒരു സെഷൻ തന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു റഷീദ. ഇനിയും താങ്ക് ഇതുപോലത്തെ യു റഷീദ നല്ല മാം. സെഷൻസ് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റട്ടെ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. Hello, Rani ma'am. Good evening. ഹലോ സൂസൻ മാം, പറയൂ. അർച്ചന മാം പറഞ്ഞ പോലെ ഒരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു ശരിക്കും. അപ്പം അതിങ്ങനെ നമ്മൾ ഓരോന്നും ഈ കഥ പറയുമ്പോൾ അതിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് ഇങ്ങനെ പോവുമായിരുന്നു. ഇവിടെ പറഞ്ഞില്ലേ, രവിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയത് ഫോൺ കയ്യിലില്ലാതിരുന്നപ്പോഴാണെന്ന് എന്ന് പറഞ്ഞതുപോലെ അങ്ങനത്തെ ഗാഡ്ജറ്റ്സും അങ്ങനത്തെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ വാച്ച് ചെയ്യാൻ പറ്റുന്നത്, നമ്മള് കീനായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതും, കാര്യങ്ങള് ശരിക്കും വെറുതെ ജസ്റ്റ് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ കൂടെ പോവുകയല്ല, നമ്മളത് ശരിക്കും അകത്തോട്ട് എടുക്കുന്നതും അത് മനസ്സിലാക്കുന്നതും.
സോ ആ കഥകളിൽ കൂടിയൊക്കെ നന്നായിട്ട് അത് കൊണ്ടുപോയി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ വൃത്തൻ വയലിൻ വായിച്ചില്ലേ, അത് അത് വായിക്കുന്നെന്ന് പറഞ്ഞപ്പോ അത് ശരിക്കും അത് പിക്ചർ ചെയ്തിട്ട് എനിക്കതൊരു നല്ല അനുഭവമായിട്ട് തോന്നി. പുള്ളിയുടെ കൈ വിറയ്ക്കുന്നെന്ന് പറഞ്ഞിട്ടും ആ എൻകറേജ്മെന്റിൽ പുള്ളി അത് വായിച്ചു, ബാക്കിയുള്ളവരെല്ലാം ചുറ്റും കൂടി അങ്ങനെയൊക്കെ പറഞ്ഞപ്പം അതൊരു നല്ല അനുഭവമായിട്ട് തോന്നി. എനിവേ നല്ല ഒരു വ്യത്യസ്തമായ ഒരു രീതിയിൽ എല്ലാവരെയും മുന്നോട്ട് 1 മണിക്കൂർ കൊണ്ടുപോയി. സോ താങ്ക് യു വെരി മച്ച്. ഗുഡ് ജോബ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സൂസൻ മാം, താങ്ക് യു. ഇതിനൊക്കെ എന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ എന്റെ കടപ്പാട് എന്റെ മാഷിനോടാണ് കേട്ടോ. ഹലോ. ഹായ് സോന, പറയൂ. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഈ ഒരു 1 hour ചെലവഴിച്ചത്. കാരണം വേറൊരു ലോകത്തിലേക്ക് എത്തിച്ചു. ഹ്യൂമൻ വാച്ചിങ്ങിന്റെ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് ഇത്രയും മനോഹരമായി എത്ര കീനായിട്ട് ഒബ്സർവ് ചെയ്യാമെന്ന് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിലേക്കൊക്കെ എത്തിപ്പിച്ചു തന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് ഒത്തിരി അഭിനന്ദനങ്ങൾ. താങ്ക് യു സോന. എന്തായാലും സെക്ഷനിലേക്ക് കയറാൻ കാണിച്ചൊരു മനസ്സിന് ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. എന്റെ ഈ സായാഹ്ന വളരെ ധന്യമായി. എന്തായാലും താങ്ക് യു ഡിയർ, താങ്ക് യു. ഓക്കെ. ഗുഡ് ഈവനിങ് റാണി മാം. ഹായ് ചന്ദ്ര മാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചന്ദ്ര മാമിനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്റെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. താങ്ക് യു മാം. അല്ല, ഞാൻ ആക്ച്വലി ഈ ടോപ്പിക് കേൾക്കുമ്പോൾ എന്തായിരിക്കും മാം ഇതിൽ കവർ ചെയ്ത് വരിക എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. ഒരു കണക്ഷൻ കിട്ടുന്നില്ല. പക്ഷെ മാം ആ ടോപ്പിക് എടുക്കുമ്പോഴാണ് വി ആർ ഗെറ്റിംഗ് ഇൻവോൾവ് ഇൻ ഇറ്റ്. ആ ഇൻവോൾവ്മെന്റ് വരുമ്പോഴാണ് റിയലൈസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഞാൻ അപ്പോഴാണ് കണക്ട് ചെയ്തത്. സാധാരണ നമ്മൾ കേട്ടിരിക്കുന്ന വാക്ക് ബേർഡ് വാച്ചിങ് അല്ലെങ്കിൽ വൈൽഡ് ലൈഫിനൊക്കെ വാച്ച് ചെയ്യുന്നത്. പക്ഷെ ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ് ടു വാച്ച് ഈവൻ ഹ്യൂമൻ ബീങ്സ് എന്നുള്ളത് റിയലൈസ് ചെയ്തു ഇതിൽ നിന്ന്. പിന്നെ മാം പറയുന്ന ഓരോ ഇൻസിഡൻസ് ദേ വർ വെരി ഇൻട്രസ്റ്റിംഗ്. നമ്മൾ ശരിക്കും ഇൻവോൾവ് ആവുമ്പോഴാണ് അത് ആക്ച്വലി അതിന്റെ ഒരു പേഴ്സണെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത്. എനിക്ക് സുസൻ മാം പറയണ മാതിരി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇൻസിഡന്റ് ലാസ്റ്റ് ആണ്. നമ്മൾ ഫോൺ ഫോർഗെറ്റ് ചെയ്ത് പോവില്ലേ, ഇന്നത്തെ ജനറേഷൻ അത് ആപ്റ്റ് ആണ്. ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്, പല ആൾക്കാരുമായിട്ട് ഇടപഴകിയിട്ടുണ്ട്. അവിടെയൊക്കെ എന്താണ് ഒരു കാലം വരെ നമുക്ക് ഈ ഫോൺ ഉണ്ടായിരുന്നില്ല. ഈ ഫോൺ ഇല്ലാത്ത കൊണ്ട് നമ്മൾ ശരിക്കും ഐ എൻജോയ്ഡ് മൈ ട്രാവലിംഗ്സ്. ഐ ഒബ്സർവ് പീപ്പിൾ, ഐ റെഡ് ദം. ചിലപ്പോൾ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ എന്തോ ഇപ്പൊ മാം പറഞ്ഞ ഒരു ഇൻസിഡന്റിൽ ഹസ്ബൻഡ് വൈഫ് ഇരിക്കുകയാണ്. അപ്പൊ ആ ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ അവർ തമ്മിൽ എന്തോ ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഹൗ ലവിങ് ദേ ആർ വിത്ത് ഈച്ച് അതർ, ഹൗ ഇന്ററാക്റ്റീവ് ദേ ആർ വിത്ത് ഈച്ച് അതർ. അങ്ങനെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന പല ഇൻസിഡൻസ് ഉണ്ട്. പിന്നെ ചില സമയത്ത് ഓൾഡ് പീപ്പിളെ കാണുമ്പോൾ എന്തോ അവർക്ക് വിഷമമുണ്ട്. ഇങ്ങനെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ മാം ആ ഹ്യൂമൻ വാച്ചിങ്ങില് കണക്ട് ചെയ്തിട്ട്. ബട്ട് ഇപ്പൊ ആരും ഇല്ല. ഇപ്പോഴും ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ട്. ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ഷൻ ഇല്ല. അന്നൊക്കെ ഞങ്ങൾ ഈ വിൻഡോ സീറ്റിനെ ഫൈറ്റ് ചെയ്യും. ഞാൻ എന്റെ ബ്രദേഴ്സും സിസ്റ്ററായിട്ട് അടികൂടും. എന്തുകൊണ്ട്? വി വാണ്ടഡ് ടു വാച്ച് outside, enjoy the ambience, as well as we used to observe each other. വിൻഡോ സീറ്റിൽ നിന്ന് മാറിയ പിന്നെ എന്താ നമുക്ക് കാണാം, അവിടുത്തെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. സോ യു മേഡ് മീ തിങ്ക് ഓൾ ദോസ് തിങ്സ് ആൻഡ് ഇറ്റ് വാസ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് ഇൻസിഡൻസ്. അതേ രീതിയിൽ സൈലൻസും ഒരു മെസ്സേജ് ആണ്. നമ്മൾ വാച്ച് ചെയ്യുമ്പോഴാണ് ഒരാൾ സൈലന്റ് ആവുമ്പോൾ എന്താണ് ആ മെസ്സേജ് എന്നുള്ളത്. ബട്ട് വി നീഡ് ടു നമ്മള് ഹ്യൂമൻ കണക്ഷൻസ് കൊണ്ടുവരണം പറഞ്ഞാൽ definitely your topic was related to that and very well presented, and our narration was very very nice, kept us engaged for this 1 hour. Normally namukku angane ingane continuously kettirikkan pattilla, but the way you narrated was very interesting. And Venu sir na thanks njan paraya, because our end book we all need to read, I think, so that we understand human beings. Well done ma'am. Wishing you more success in this adventure of ours. Anyway, well done my batchmate.
താങ്ക് യു മാം. താങ്ക് യു ചന്ദ്ര മാം. താങ്ക് യു വെരി മച്ച്. ആ നമ്മള് രണ്ട് പണ്ടൊക്കെ ഈ ആ രണ്ട് ബുക്കും വായിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ അതിൽ എങ്ങനെ അപ്ലൈ ചെയ്തെന്ന് വെച്ചാൽ, ബാക്കി ഇവിടെ ആശുപത്രിയിൽ മിക്കവരും നേഴ്സുമാർ ആ രോഗിയെ അടുത്ത പേഷ്യന്റിനെ വിളിച്ചിട്ട് നമ്മുടെ റൂമിൽ കൊണ്ടുവന്ന് ഇരുത്തും. ഓരോ പേഷ്യന്റ് കഴിയുമ്പോൾ ദി നേഴ്സ് വിൽ ഗോ ആൻഡ് ബ്രിങ് ദി പേഷ്യന്റ് അവിടെ ആ ലൗഞ്ചിൽ ഇരിക്കായിരിക്കും, വിളിച്ചോണ്ട് വരും. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് അറിയാവുന്ന കാരണം ഞാൻ നേഴ്സ് പറയും, ഐ വിൽ ഗോ ആൻഡ് കോൾ ദി പേഷ്യൻസ്. എൻ്റെ ആ റൂമിൽ നിന്നും ആ ലൗഞ്ചിലേക്ക് ഒരു 50 അല്ലെങ്കിൽ 60 അടി നടന്നാൽ മതി. ആ നടന്ന ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അവിടെ കുറെ സോഫ ഇട്ടിട്ടുണ്ട്, ചെയറുണ്ട്, TV ഉണ്ട്, മറ്റേ കോഫി മെഷീൻ ഉണ്ട്. അപ്പൊ ഞാൻ എൻ്റെ പേഷ്യന്റെ വാച്ചിങ് തുടങ്ങുകയാണ്. നീ നേരത്തെ പറഞ്ഞ മാൻ വാച്ചിങ്. ഞാൻ അവിടെ നിന്നിട്ട് പേഷ്യന്റ് അറിയുന്നില്ല ഞാൻ എങ്ങനെ വാച്ച് ചെയ്യാണെന്നുള്ളത്. പേഷ്യന്റ് അറിയുന്നില്ല, ഞാനവിടെ വന്നതുപോലെ അറിയത്തില്ല. ഞാൻ അപ്പുറത്ത് ആ ഡോറിന്റെ അവിടെ നിൽക്കുകയാണ്. ആ പേഷ്യന്റ് എന്ത് ചെയ്യുന്നു അപ്പോഴും? ആ പേഷ്യന്റ് ഈസ് എൻഗേജ് മറ്റേ നോക്കുകയാണോ, അതോ ഈസ് ലുക്കിംഗ് ഡൗൺ, ഇങ്ങനെ വേറെ എന്നാണ്ടോ നിൽക്കുകയാണോ? ഇങ്ങനെ കുറേ വരുമ്പോൾ തന്നെ അവരുടെ ആ ഒരു എമോഷണൽ അപ്പോഴത്തെ എന്താണെന്ന് ഒരു ഐഡിയ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പേര് വിളിക്കും, മിസ്റ്റർ ഹാരിസൺ എന്ന് പറയും. അപ്പോഴാണ് ഇനി നോക്കിയിട്ട് അയാൾ ആ ഇതിൽ നിന്ന് എണീക്കുന്നത്. ഇതിൽ എൻ്റെ പേഷ്യൻസ് 90% ഓഫ് ദം എല്ലാം സീനിയർ സിറ്റിസൻസ് ആണ്. അവർ 65 വയസ്സിന് മുകളിലുള്ളവരാണ്. അപ്പോഴവർ എണീക്കുമ്പോൾ എങ്ങനെ എണീക്കുന്നു, സ്മൂത്ത് ആയിട്ടാണോ, ഒരു ബാലൻസിൻ്റെ ഇത് വരുന്നോ, അതെല്ലാം ആയിട്ട് എന്നിട്ട് നടക്കുന്നത്, ലിംബിങ് ഉണ്ടോ, ഇതെല്ലാം ആ ഒരു 50-60 അടി നടന്ന് എൻ്റെ റൂമിനകത്ത് വരുന്നതിന് മുമ്പ് തന്നെ ആ വാച്ചിങ്ങിൽ കൂടി ഐ ഗെറ്റ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ വിച്ച് മിക്കവരും കിട്ടത്തില്ല. എന്നിട്ട് അവരൊന്ന് ഇരിക്കുമ്പോൾ തന്നെ ഞാൻ തന്നെ അതുമായിട്ട് സ്പെസിഫിക് ആയിട്ട് ചോദിക്കും, ഇറ്റ് സീംസ് ദാറ്റ് യു ആർ ഹാവിങ് ഡിഫിക്കൽറ്റി ഇൻ ഗെറ്റിംഗ് അപ്പ്. അയാൾ വളരെ ഇംപ്രസ്ഡ് ആയി, എടാ ഈ ഡോക്ടർ എങ്ങനെ അറിഞ്ഞു യു ആർ ഹാവിങ് ഡിഫിക്കൽറ്റി ഇൻ വാക്കിംഗ്? ഇതെല്ലാം ജസ്റ്റ് സിമ്പിൾ ആ വാച്ചിങ് എന്നാണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ട്രീറ്റ് ചെയ്യാൻ ഏറ്റതാണ്. ചിലരുണ്ട് ഇവിടെ ഈ മറ്റേ പെയിൻ കില്ലർ, നാർക്കോട്ടിക്, ഓപ്പിയം അതിനുവേണ്ടി സീക്കുന്നവരുണ്ട്. അവരകത്ത് വന്നു കഴിഞ്ഞാൽ പറയും, ഈ വല്ലാത്ത മുട്ടുവേദന, ഐ എം ഹാവിങ് സിവിയർ പെയിൻ ഡോക് എന്നൊക്കെ പറഞ്ഞ് ചില അവന് ആ മരുന്ന് വേണം. അപ്പോൾ ഞാനത് കണ്ടു കഴിഞ്ഞു, അവൻ അവിടെ എണീക്കുന്നതും നടക്കുന്നതും കണ്ടു കഴിഞ്ഞു. അപ്പൊ എനിക്കറിയാം ഹീസ് എക്സാജറേറ്റിംഗ്, ഹീസ് ട്രൈങ് ടു ഫൂൾ മീ, ഈസ് എ ഡ്രഗ് സീക്കർ. അപ്പൊ ഇതെല്ലാമാണ് ഈ മാൻ വാച്ചിങ്ങിൽ കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഈ ചന്ദ്രാജി, നിങ്ങൾ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണം. എപ്പോഴും നിങ്ങൾ അഡ്വക്കേറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല ജഡ്ജിമാരെല്ലാം they are very good at watching the human beings. അവർ ആ വിറ്റ്നസ് ബോക്സിൽ വരുന്ന ഒരാളെ അവർ നേരത്തെ തന്നെ ഒന്ന് ജഡ്ജ് ചെയ്യും, ആ ബോഡി ലാംഗ്വേജിൽ നിന്നും എല്ലാം നോക്കി. am I right or wrong ചന്ദ്രാജി? നല്ല ജഡ്ജാണെങ്കിൽ, കോമ്പിറ്റന്റ് ആണെന്നുണ്ടെങ്കിൽ they know how to. എന്നിട്ട് അതിന് ശേഷമാണ് അവർ ആ വിറ്റ്നസിന്റെ ടെസ്റ്റിമണി, ഈസ് ഇറ്റ് ക്രെഡിബിൾ എന്നുള്ളത് അവർ അസസ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് വാട്ട് ഐ വാണ്ട് ടു സേ. താങ്ക് യു. താങ്ക് യു സർ. ഡിയർ ഓൾ, ആക്ച്വലി വി ആർ ഷോർട്ട് ഓഫ് ടൈം. 8 മണിക്ക് നമ്മുടെ സെഷൻ അവസാനിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ഓപ്പൺ ആക്കാൻ ഗ്രൂപ്പിൽ പറയാം. അതിനു മുമ്പ് സമയം പരിധി ഉണ്ടെങ്കിലും ഒരു വാക്കും കൂടി ആഡ് ചെയ്യാം. എനിക്ക് തോന്നുന്നു റാണി മാം പറഞ്ഞ സാറ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലെ? കൃഷ്ണകുമാർ സാറ് ആണോ? ഡോക്ടർ KS കൃഷ്ണകുമാർ. ഇല്ല സാറ്, പേര് കാണാനുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നു, പോയോ? മ്യൂട്ടാണ്. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. വെരി ഗുഡ് ഈവനിങ് സർ. 2 വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ റാണി മാമിന് എല്ലാവർക്കും സന്തോഷമായിരുന്നു. ഇല്ല, ഞാൻ ഈ കായംകുളം കൊച്ചുണ്ണി മരക്കൊമ്പുമ്മ ഇരുന്ന് കേൾക്കുന്ന പോലെ ഇരുന്ന് കേൾക്കുകയായിരുന്നു. വളരെ 1 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. വളരെ സന്തോഷം. ശരിക്കും എന്തിനാണ് നമ്മൾ ഇത്തരം ഗ്രൂപ്പുകളിലൊക്കെ പങ്കെടുക്കുന്നതും പരിശീലിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൾട്ടിമം ഹാപ്പിനെസ് തന്നെയാണ്. അല്ലെങ്കിൽ അതിനെ തിരിച്ചിടാം, ദുഃഖ നിവാരണമാണ്. അതിന് ഏറ്റവും നല്ല 2 മരുന്ന് മൈൻഡ്ഫുൾനെസ്സും ഒന്ന് ഹ്യൂമൻ വാച്ചിങ്ങുമാണ്. ഇത് സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് കണ്ടെത്തിയതും കൂടിയാണ്.
സാറ് നേരത്തെ പറഞ്ഞ മാൻ വാച്ചിങ് അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് കുറേ കൂടിയും ഈ ബോഡി ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള പെരിഫറൽ ആയിട്ടുള്ള ഓവേർട്ട് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ്. ഇത് കുറേം കൂടി മാനിന്ന് ഹ്യൂമനിലേക്ക് എത്തുന്ന ഒരു ട്രാൻസിഷൻ അതിനകത്തുണ്ട്. അപ്പോൾ ഈ ഹ്യൂമൻ വാച്ചിങ്ങും അതുപോലെ മൈൻഡ്ഫുൾനെസ്സും എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമുക്കൊരു ഹ്യൂമൻ വാച്ചിങ് പ്രസ്ഥാനം ഉണ്ടാക്കിയെടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ ഇന്നും കൂടെ അത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിരുന്നു. സ്വല്പം ഒരു ടെൻഷൻ അടിക്കുന്നൊരു സംഭവം ഉണ്ടായപ്പോൾ ഈ ഹ്യൂമൻ വാച്ചിങ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി. എന്ത് രസമാണ്! ഓരോ മനുഷ്യരും നമ്മളോട് കയർത്തു വരുന്ന അല്ലെങ്കിൽ നമ്മളിൽ പ്രശ്നം ഉണ്ടാക്കുന്നവർ പോലും ഓരോ മൂവിയായിട്ട് മാറുകയാണ്. അപ്പൊ പിന്നെ നമ്മുടെ പ്രശ്നമൊക്കെ പോയി വളരെ സന്തോഷമായി ചിരിച്ചു. പ്രശ്നം ഉണ്ടാക്കുന്ന ആള് പോലും നമ്മളും കൂടെ ഒന്നിച്ച് ചായയും സമൂസയും കഴിച്ച് ഹായ് ബൈ ബൈ പറഞ്ഞ് പിരിഞ്ഞു. അപ്പൊ ഹ്യൂമൻ വാച്ചിങ്ങിനോളം ഒരു നല്ലൊരു ടാബ്ലറ്റ് വേറെ ഇല്ലാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് മൈൻഡ്ഫുൾനെസ്സിന്റെ ഒക്കെ അപ്പൂപ്പനാണ് ഈ ഹ്യൂമൻ വാച്ചിങ് എന്ന് തോന്നുന്നു. ഈ മൊമെന്റിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ അതിന്റെ രണ്ട് എക്സ്ട്രീമിലേക്കും പോകുന്നുണ്ട്. കുറെ അനുഭവിച്ചും ഇതിനെ എക്സ്പാൻഡ് ചെയ്യാനുണ്ട്. എന്തായാലും റാണി ഗംഭീരമായിട്ട് അല്ലെ, ഇത്രയും മനുഷ്യരെ പിടിച്ചിരുത്തണമെങ്കിൽ റാണിക്ക് ഒരു വോയിസ് ആർട്ടിസ്റ്റ് ആവാനുള്ള എല്ലാ യോഗവും ഭാഗ്യവും കഴിവും കാണുന്നുണ്ട്. അത് കാലം പോയിന്നോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, ഇനിയും അതിന്റെ സാധ്യതകളുണ്ട്. ഒരു വോയിസ് ആർട്ടിസ്റ്റും കൂടിയാണ്. അപ്പൊ അങ്ങനെ ഒരു മൾട്ടി ഫേസറ്റഡ് ആയിട്ടുള്ള കുറെ ആളുകളെ ഇപ്പൊ വേൺ സാറിനെ പരിചയപ്പെടാൻ സാധിച്ചതിലും വലിയ സന്തോഷം. കാരണം ഒരു ഡോക്ടർ, ഒരു ജഡ്ജി, ടീച്ചർ, എല്ലാവരും നല്ലൊരു വീട്ടമ്മ പോലും നല്ലൊരു ഹ്യൂമൻ വാച്ചർ ആകണം എന്നുള്ളതാണ്. അധികം പറയുന്നില്ല, ഇങ്ങനെ കുറച്ചു നേരം കേൾക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. റാണിക്കും ഇതിലെ സംഘാടകർക്കൊക്കെ നിറഞ്ഞ ജീവിതാശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച് സർ. വോയിസ് ഡബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി റിട്ടയർ ചെയ്തു. റാണി വിനോദ് അവിടെ കയറാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ സോ ഡിയർ ആൾ, സമയം ഒരുപാട് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും നേരം ഇവിടെ ഇരുന്ന എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ നല്ലൊരു ഇൻട്രോ തന്ന ബിജു ശ്രീധർ സാറിനും അതുപോലെ തന്നെ ഇന്നത്തെ സെഷൻ എടുത്ത റാണി മാമിനും ഒരുപാട് നന്ദി. ഇതുപോലെ തന്നെ മറ്റൊരു ട്രെയിനറുമായിട്ട് നമുക്ക് അടുത്ത ദിവസം നമുക്ക് വെള്ളിയാഴ്ച വീണ്ടും കാണാം. അന്നും ഇതുപോലൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എനിക്കറിയാം ഈ ഒരു ടോപ്പിക്കിൽ എല്ലാവർക്കും എന്തെങ്കിലും 2 വാക്ക് പറയാൻ തീർച്ചയായിട്ടും ഉണ്ടാവും. എനിക്കും ഒരുപാട് സംസാരിക്കാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ സമയത്തിന്റെ പരിധി കാരണം ഇറ്റ്സ് നോട്ട് പോസിബിൾ. സോ താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. Thank you all. Thank you, ma'am. Thank you all. Good night. ഗുഡ് നൈറ്റ്.